ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ അമൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോऽത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേऽത്ര കൃതിഭിः ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേദമപേദകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ. തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായസേതേ യതമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ.
പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. എല്ലാവർക്കും ദേവദീപാവലി ആശംസകൾ. കാർത്തിക ആശംസകൾ. നാളെ മുതൽ വൃശ്ചിക മാസം ആരംഭിക്കുന്നു. അതിനുള്ള ആശംസകൾ, മണ്ഡലകാല ആശംസകൾ. നമ്മൾ കേരളത്തിൽ വൃശ്ചിക മാസത്തിലെ കാർത്തികയാണ്. കാർത്തിക മഹോത്സവമായി ദീപങ്ങളൊക്കെ കൊളുത്തിവെച്ച് കൊണ്ടാടുക. അപ്പോൾ അതിനിപ്പോൾ ഡിസംബർ 13-ാം തീയതിയോ മറ്റേ വരുന്നത്. ഇന്നും കാർത്തികയാണ്. യഥാർത്ഥത്തിലെ കാർത്തിക ഇന്നാണ്. കാർത്തിക മാസത്തിലെ കാർത്തിക. കാർത്തിക എന്നുള്ള ചാന്ദ്രമാസത്തിലെ കാർത്തിക അതിന്നാണ്. പൗർണമിയുമാണ്, വെള്ളിയാഴ്ചയുമാണ്. എല്ലാ നന്മകളും തികഞ്ഞ ദേവിയുടെ അനുഗ്രഹം വർഷിക്കുന്നതായിട്ടുള്ള സന്ധ്യാവേളയിലാണ് നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത്. ഇന്ന് പിറന്നാളിന് ആശംസകൾ, വൈകിയ ആശംസകൾ. ഇപ്പോഴല്ലേ പറയണത്, രാവിലെ പറയുന്നതെങ്കിൽ രാവിലെ ആശംസിച്ചിട്ടുണ്ടാവാം. ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ്. ആയുരാരോഗ്യ സൗഖ്യം ആശംസിക്കുന്നു. നാരായണ. അപ്പോൾ വടക്കേ ഇന്ത്യയിലൊക്കെ ഇന്ന് ദീപാവലിയാണ്. കാർത്തിക ദീപാവലി. കാശിയിലും അയോധ്യയിലും മറ്റുള്ള ദേവീക്ഷേത്രങ്ങളിലും ഒക്കെ പ്രധാനമായിട്ട് ഇന്ന് ദീപാവലി ആഘോഷിക്കും. അതാണ് ദേവ് ദീപാവലി. കാർത്തിക മാസത്തിലെ കാർത്തിക നക്ഷത്രം പൗർണമി, ശുക്രവാരം. അതെ, ഇന്ന് എന്താ പറയുക, കാർത്തിക മാസത്തിലെ പൗർണമിക്ക് ശിവക്ഷേത്രങ്ങളിൽ അന്നാഭിഷേകം എന്നൊരു പതിവുണ്ട്. അതും ഇന്ന് കൽപ്പാത്തിയിലും നടന്നിട്ടുണ്ട്. രാവിലെ കൽപ്പാത്തി വിശ്വനാഥ ക്ഷേത്രത്തിലും മറ്റ് പല ശിവക്ഷേത്രങ്ങളിലും, അതുപോലെ തമിഴ്നാട്ടിലുള്ള മിക്കവാറും ക്ഷേത്രങ്ങളിൽ, പ്രത്യേകിച്ച് തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രത്തിലും അതുപോലെയുള്ള കുംഭകോണത്തുള്ള വലിയ വലിയ ശിവക്ഷേത്രങ്ങളിലും എല്ലാം അന്നാഭിഷേകമാണ്. അന്നാഭിഷേകം എന്ന് പറഞ്ഞാൽ ധാരാളം അന്നമുണ്ടാക്കിയിട്ട് ഭഗവാന്റെ ശിവലിംഗങ്ങൾ, വലിയ വലിയ ലിംഗങ്ങളാണ് തമിഴ്നാട്ടിലൊക്കെ, അതിനെ മുഴുവൻ അന്നം കൊണ്ട് പൊത്തും. അന്നം കൊണ്ടിങ്ങനെ കവർ ചെയ്യുക. അതാണ് അന്നാഭിഷേകം. എന്നിട്ട് അലങ്കരിച്ച് പൂജ കഴിച്ച് ആ അന്നം തന്നെ പ്രസാദമായിട്ട് എല്ലാവർക്കും കൊടുക്കും. അപ്പോൾ ഏറ്റവും വലിയ ശിവലിംഗം ഉള്ളത്
തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രത്തിലാണ്. അവിടേക്ക് എത്രയോ 10 ടൺ അരിയുടെയും മറ്റെയാണ് അന്നം തയ്യാറാക്കി ഭഗവാനെ കവർ ചെയ്യുന്നത്. അത്രയും വേണം, കാരണം അത്രയും വലിയ ബൃഹദീശ്വരനാണ്, പെരിയ കോയിൽ. ഓക്കെ, നമ്മുടെ പാലക്കാട് പല ക്ഷേത്രങ്ങളിലും ഉണ്ട്, കേരളത്തിൽ എവിടെയൊക്കെ ഉണ്ടെന്ന് അറിയില്ല. ഇതൊരു തമിഴ് ശൈലിയാണ്, തമിഴ് ആഗമ ശൈലിയിലാണ് ഈ അന്നാഭിഷേകം. അത് എല്ലാ ശിവലിംഗങ്ങളിലും അന്നം കൊണ്ട് കവർ ചെയ്യുക, എന്നിട്ട് അത് ഭക്തർക്ക് പ്രസാദമായിട്ട് കൊടുക്കുക. ഇതാണ് ഈ അന്നാഭിഷേക ദിവസത്തെ പ്രധാനമായിട്ടുള്ള വഴിപാട്. നമ്മളും ഏതായാലും അടുത്ത കാർത്തിക നന്നായിട്ട് വിളക്കൊക്കെ വെച്ച് ആഘോഷിക്കാം. ഈ കാർത്തികയെ അവഗണിക്കുന്നില്ല. ചെറിയ തോതിൽ അവൾ ദീപങ്ങളെല്ലാം കൊളുത്തി ആചരിച്ചു. മഹാലക്ഷ്മിയുടെ പരിപൂർണ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഓം. അപ്പോൾ നമുക്ക് ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് വരാം. ശ്രീകൃഷ്ണ ലീലാമൃതം ദശമസ്കന്ധം 23-ാം അധ്യായം. വിപ്രപത്നി അനുഗ്രഹം. രാവിലെ 13 ശ്ലോകങ്ങൾ വ്യാഖ്യാനിച്ചു, തുടർന്ന് കാണണം. നമുക്ക് കുറച്ച് വായിക്കാം. നമുക്ക് 32-ാം ശ്ലോകം വരെ ഇപ്പോൾ വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ പൂർവാർദ്ധേ ത്രയോവിംശതിതമോऽധ്യായः. गोपा ऊचुः राम राम महावीर्य कृष्णा दुष्टनिबर्हण एषा वै बाधते क्षुम्नः तच्छान्तिं कर्तुमर्हतः. श्रीशुक उवाच इति विज्ञापितो गोपैः भगवान् देवकीसुतः भक्ताया विप्रभार्यायाः प्रसीदन् इदमब्रवीत्. प्रयात देवयजनं ब्राह्मणा ब्रह्मवादिनः सत्रम् आङ्गिरसं नाम ह्यासते स्वर्गकाम्यया. तत्र गत्वा ऊदनं गोपा याचतास्मद्विसर्जिताः कीर्तयन्तो भगवतः आर्यस्य मम चाभिधाम्. इत्यादिष्टा भगवता गत्वा याचन्दते तथा कृताञ्जलिपुटा विप्रान् दण्डवत्पतिता भुवि. हे भूमिदेवा शृणुत कृष्णस्यादेशकारिणः प्राप्तान् जानीत भद्रं वो गोपान्नो रामचोदितान्. गाश्चारयन्दौ अविदूर ओदनं ग्रामाच्युतौ वो लशतो बुभुक्षितौ. तयोर्द्विजा ओदनमर्थिनोर्यदि श्रद्धा च वो यच्छद धर्मवित्तमाः. दीक्षायाः पशुसंस्थायाः सौत्रामण्याश्च सत्तमाः. अन्यत्र दीक्षितस्यापि नान्नमस्नन् हि दुष्यति. इति ते भगवद्याज्ञां शृण्वन्तोऽपि न शुश्रुवुः. क्षुद्राशा भूरिकर्माणो बालिशा वृद्धमानिनः. देशकालपृथग्द्रव्यं मन्त्रतन्त्रऋत्विजोग्नयः देवता यजमानश्च क्रतुर्धर्मश्च यन्मयः. तं ब्रह्म परमं साक्षात् भगवन्तमधोक्षजं मनुष्यदृष्ट्या दुष्प्रज्ञा मर्त्यात्मानो न मेनिरे. न ते यदोमिति प्रोचुः न नेदि च परन्दप. गोपा निराशाः प्रत्येत्य तदोचुः कृष्णरामयोः. तदुपाकर्ण्य भगवान् प्रहस्य जगदीश्वरः व्याजहार पुनर्गोपान् दर्शयन् लौकिकीं गतिम्.
മാം ജ്ഞാപയത പത്നീഭ്യഃ സസംഘർഷണമാഗതം ദാസ്യന്തി കാമമന്നം വഹ സ്നിഗ്ധാ മയ്യുഷിതാ ധിയാ ഗത്വാ പത്നീശാലായാം ദൃഷ്ട്വാ സീനാ സ്വലംകൃതാഃ നത്വാ ദ്വിജസദീർഘോഭാഃ പ്രസൃതാ ഇദമബ്രുവन् നമോ വോ വിപ്രപത്നീഭ്യോ നിബോധതവജാംസിനഃ ഇതോ അവിദൂരേ ചരതാ കൃഷ്ണേ നേഹേഷിതാ വയം ഗാശ്ചാരയൻ സ ഗോപാലൈഃ സരാമോ ദൂരമാഗതഃ ബുഭുക്ഷിതസ്യ തസ്യാന്നം സാനുഗസ്യ പ്രദീയതാം ശ്രുത്വാച്യുതമുപായാതം നിത്യം തദ്ദർശനോത്സുകാഃ തൽകഥാക്ഷിപ്തമനസോ ബഭൂവുരുജാതസംഭ്രമാഃ ചതുർവിധം ബഹുഗുണം അന്നമാദായ ഭാജനൈഃ അഭിസസ്രുഃ പ്രിയം സർവാ സമുദ്രമിവ നിമ്നഗാഃ നിഷിദ്യമാനാ പതിഭിഃ ഭ്രാതൃഭിർബന്ധുഭിः സുതൈഃ ഭഗവത്യുത്തമശ്ലോകേ ദീർഘശ്രുതധൃതാശ്രയാഃ യമുനോപവനെ അശോകനവപല്ലവമണ്ഡിതേ വിചരന്തമൃതം ഗോപൈഃ സാഗ്രജം ദദൃശു സ്ത്രിയഃ ശ്യാമം ഹിരണ്യപരിധിം വനമാല്യബർഹദാതു പ്രവാള നടവേഷമനുവ്രതാംസേ വിന്യസ്തഹസ്തമിതരേണ ധുനാനമബ്ജം കർണോത്പലാളക കപോലമുഗാബ്ജഹാസം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ പ്രായശ്രുതപ്രിയതമോദയ കർണപൂരൈഃ യസ്മിൻ നിമഗ്നമനസസ്തമദാക്ഷിരന്ധ്രൈഃ അന്തഃ പ്രവേശ്യ സുചിരം പരിരഭ്യതാപം പ്രാജ്ഞം യഥാഭിമതയോ വിജഹുർനരേന്ദ്ര താസ്തദാ ത്യക്തസർവാശാഃ പ്രാപ്ത ആത്മദിദൃക്ഷയാ വിജ്ഞായാഖില ദൃഗ്ദ്രഷ്ടാ പ്രാഹ പ്രഹസിതാനനഃ സ്വാഗതം വോ മഹാഭാഗ ആസ്യതാം കരവാമ കിം യന്നോ ദിദൃക്ഷയാ പ്രാപ്ത ഉപപന്നമിദം ഹി വഃ നന്വദ്ദാമയി കുർവന്തി കുശലാ സ്വാർത്ഥദർശനാഃ അഹൈദുക്യവ്യവഹിതാം ഭക്തിമാത്മപ്രിയേ യദാ പ്രാണബുദ്ധിമനസ്വാത്മധാരാപത്യധനാദയഃ യൽ സമ്പർക്കാത് പ്രിയാസൻ തതഃ കോന്വപര പ്രിയഃ തദ്യാദ ദേവയജനം പതയോ വോ ദ്വിജാദയഃ സ്വസത്രം പാരയിഷ്യന്തി യുഷ്മാഭിർഗൃഹമേദിനഃ പത്ന്യ ഊജുഃ മൈവം വിഭോർഹതി ഭവാൻ ഗതിതും നൃശംസം സത്യം കുരുഷ്വ നിഗമം തവ പാദമൂലം പ്രാപ്താ വയം തുളസിദാമപദാവസൃഷ്ടം കേശൈർനിവോടും അതിലംഘ്യ സമസ്തബന്ധൂൻ ഗൃഹ്ണന്തി നോ നപതയഃ പിതരൗ സുതാവാ ന ഭ്രാതൃബന്ധുസുഹൃദഃ കുത ഏവ ചാന്യേ തസ്മാത് ഭവത്പ്രപതയോ പതിതാത്മനാം നോ നാന്യാ ഭവേദ്ഗതിരരിന്ദമ തദ്വിദേഹി ശ്രീഭഗവാനുവാച പതയോ നാഭ്യസൂയേരൻ പിതൃഭ്രാതൃസുതാദയഃ ലോകാശ്ച വോ മയോപേതാ ദേവാ അപ്യനുമന്വതേ ന പ്രീതയേ അനുരാഗായ ഹ്യംഗസംഗോ നൃണാമിഹ തന്മനോ മയി യുഞ്ജാന അചിരാത് മാം അവാപ്സ്യത സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. ദേവ് ദീപാവലി, കാർത്തിക പൗർണമി ആശംസകൾ. നാരായണ.
നമ്മൾ ഭഗവാന്റെ മറ്റൊരു ലീല, ഗോപികമാരെ ഭഗവാൻ അനുഗ്രഹിച്ച ലീലയാണ് കഴിഞ്ഞ അധ്യായത്തിൽ. അവരുടെ കാത്യായനി വ്രതശേഷം ഭഗവാൻ തന്നെ വന്ന് അവരുടെ വസ്ത്രാപഹരണം ചെയ്ത് അവരുടെ ദേഹാഭിമാനത്തെ തീർത്ത് അവരെ ഭഗവാന്റെ നിഷ്കളങ്കരായ ഉത്തമകളായ സന്യാസി തുല്യരായ ഭക്തകളാക്കി തീർത്തു. അവിടെ ഗോപികമാർക്ക് ഭഗവാൻ വാസ്തവത്തിൽ അവരെയൊക്കെ സ്വതന്ത്രരാക്കി അഥവാ നിവൃത്തിനിരതരാക്കി. അവർക്ക് ദേഹാഭിമാനം പോക്കി അവരെ സന്യാസിനികളാക്കി മാറ്റുകയാണ് ചെയ്തതെങ്കിൽ ഇവിടെ ഈ അധ്യായത്തിൽ ഭഗവാൻ വിപ്രപത്നി അനുഗ്രഹത്തിലൂടെ കുറെ അമ്മമാരെ പ്രവൃത്തിധർമ്മത്തിൽ നിരതരാക്കുകയാണ് ചെയ്യുന്നത്. ഒരു കൂട്ടരെ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ എന്നുള്ളതായിട്ടുള്ള ആ ഒരു തലത്തിലേക്ക് ഉയർത്തി ഇവിടെ മറ്റൊരു കൂട്ടരെ അവരുടെ ഭാര്യാധർമ്മം, പതിവ്രതാധർമ്മം, പത്നീധർമ്മം അനുഷ്ഠിക്കാനായിക്കൊണ്ട് പ്രേരിപ്പിച്ചു. എല്ലാം ഭഗവാന്റെ വിചിത്രങ്ങളായിട്ടുള്ള ലീലകൾ. ഇവരെയും വേണമെങ്കിൽ ഗോപികമാരുടെ കൂട്ടത്തിൽ ഭഗവാന് അല്ലെ എല്ലാ ധർമ്മങ്ങൾക്കും അതീതരാക്കി തീർക്കാമായിരുന്നു. പക്ഷേ ഭഗവാൻ അങ്ങനെയല്ല. ഇവരിലൂടെ സമൂഹത്തിന് മാതൃക കൊടുക്കുകയാണ് ചെയ്യുന്നത്. ധാർമ്മികമായിട്ടുള്ള ജീവിതം നയിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മാതൃകയാണ് ഈ വിപ്രപത്നികളോട് ഭഗവാൻ ഉപദേശിക്കുന്നത്. അതിലൂടെ അവരുടെ ഭർത്താക്കന്മാരെ നന്നാക്കിയെടുക്കാനും ലോകത്തിന് മുഴുവൻ ഇങ്ങനെയുള്ള പാഠങ്ങൾ പഠിപ്പിക്കാനും ഇതൊക്കെയാണ്. ഇതിൽ നിന്ന് നമ്മൾ ഇനിയും സൂക്ഷ്മമായിട്ട് വിചാരം ചെയ്ത് എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്നതൊക്കെ എടുക്കാം, ആലോചിച്ച് നമുക്കപ്പപ്പോൾ എന്തൊക്കെ തോന്നുന്നു, ഏതൊക്കെ ഉത്തമങ്ങളായിട്ടുള്ള പാഠങ്ങൾ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ടോ ഓരോരുത്തർക്കും അവരവരുടെ ശക്തിക്കനുസരിച്ച് വിചാരം ചെയ്താൽ പല ആശയങ്ങളും ഇതിൽ നിന്ന് ലഭിക്കും. അതിഗംഭീര വിഷയങ്ങളാണിതെല്ലാം, ഗഹനങ്ങളായ വിഷയങ്ങളാണ്. ഓരോരുത്തർക്കും എത്ര ഉയരത്തിൽ പറക്കാൻ കഴിയും അല്ലെങ്കിൽ എത്ര ആഴത്തിൽ മുങ്ങാൻ കഴിയും അത്രയും ആഴത്തിൽ മുങ്ങി ഇതിലെ തത്വങ്ങളൊക്കെ ഗ്രഹിക്കാം. എല്ലാവർക്കും ഒരേപോലെ പറക്കാൻ കഴിയില്ല അല്ലേ? ഈച്ചയും കൊതുകും ചെറിയ കുരുവികളും കാക്കകളും ഗരുഡനോളം പറക്കാൻ കഴിയില്ല. അപ്പോൾ ഗരുഡനും പരുന്തും ഒക്കെ വലിയ ഉയരങ്ങളിൽ പറക്കുന്നു, എന്നാൽ ചെറിയ പക്ഷികൾ താഴെ പറക്കുന്നു. അതുപോലെ ഓരോരുത്തരുടെയും ബുദ്ധിക്കനുസരിച്ച് ശാസ്ത്രങ്ങളുടെ ജ്ഞാനമനുസരിച്ച് ഇതിൽ നിന്ന് എന്തൊക്കെ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുമോ അതൊക്കെ ഉൾക്കൊള്ളാം. നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ രാവിലെ ആദ്യത്തെ 12-13 ശ്ലോകങ്ങൾ കണ്ടു. ഇന്നലെ ഒരു ശ്ലോകം കണ്ടു, ബാക്കി 12 ശ്ലോകങ്ങൾ ഇന്ന് കണ്ടു അല്ലേ? അപ്പോ ഭഗവാന്റെ കൂട്ടത്തിലുള്ളതായിട്ടുള്ള കൂട്ടുകാര് അവരുടെ പേരൊക്കെ മുമ്പേ പറഞ്ഞിരുന്നു. തോകകൃഷ്ണൻ, അംശൻ, ശ്രീധാമൻ, സുബലാർജുനൻ, വിശാലർഷഭൻ, തേജസ്വി, ദേവപ്രസ്ഥൻ, വരൂധവൻ, ഇങ്ങനെയൊക്കെ കുറെ കൂട്ടുകാര് പേരെടുത്ത് പറഞ്ഞു. അല്ലാതെയും 100 കണക്കിന് അല്ലെങ്കിൽ 1000 കണക്കിന് ഗോപന്മാര് ഭഗവാന്റെ കൂടെയുണ്ട്. അവരൊക്കെ ഭഗവാനോടും രാമനോടുമായിട്ട് വിശക്കുന്നു, ഞങ്ങൾക്ക് വിശപ്പിന് ശാന്തി ഉണ്ടാക്കണം എന്ന് ആവശ്യപ്പെട്ടു. ഇവരുടെ ആവശ്യം കേട്ടതായിട്ടുള്ള ഭഗവാൻ
ഇവരുടെ വിശപ്പും അടക്കാം. അതോടൊപ്പം തന്നെ ആ വിപ്രപത്നിമാരെയും അനുഗ്രഹിക്കാം. അവർക്കും തൻ്റെ ദർശനം കൊതിച്ച് എത്രയോ കാലമായി തന്നെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അവർക്ക് വൃന്ദാവനത്തിലേക്ക് വന്ന്, ഗോകുലത്തിലേക്ക് വന്ന് തന്നെ കാണാനുള്ളതായിട്ടുള്ള സ്വാതന്ത്ര്യമില്ലാത്തവരാണ്, അതിനുള്ള കഴിവില്ലാത്തവരാണ്. അപ്പോൾ അവരുടെ അടുത്തേക്ക് താൻ ചെന്ന് അവരെ അനുഗ്രഹിക്കാം എന്ന് ഭഗവാൻ കരുതി. അതാണ് ഭക്തായാഹ വിപ്രഭാര്യായാഹ പ്രസീദൻ ഇതമബ്രവീത്. അവരോട് പ്രസാദിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. ഇനി അവരോടുള്ള പ്രസാദം തന്നെയാണ് ഇതിൽ മുഖ്യം. ആ വിപ്രപത്നികളെ അനുഗ്രഹിക്കൽ തന്നെയാണ് ഭഗവാന്റെ മുഖ്യ ലക്ഷ്യം. അതിനു വേണ്ടി ഗോപപാലന്മാരുടെ ഉള്ളിൽ വിശപ്പുണ്ടാക്കുന്നതും ഭഗവാൻ തന്നെ അല്ലേ. ഗോപപാലന്മാർക്ക് വിശന്നു, എന്നുമില്ലാത്ത വിശപ്പ് ഇന്നുണ്ടായി. കാരണം എന്താ? ഭഗവാൻ അവരുടെ ഉള്ളില് വിശപ്പുണ്ടാക്കി. അപ്പൊ അവര് വിശക്കണമെന്ന് പറഞ്ഞു. അതിന് പ്രതിവിധിയായിട്ട് ഈ വിപ്രപത്നിമാരെ കാണാനുള്ള വഴി ഉണ്ടാക്കുകയാണ് ഭഗവാൻ. അപ്പോ ഭഗവാൻ പറഞ്ഞു, ഇവിടെ വേദം ചൊല്ലുന്നവരായിട്ടുള്ള കുറച്ച് ബ്രാഹ്മണര് ഒരു ആംഗീരസ സത്രം അനുഷ്ഠിക്കുന്നുണ്ട്. സ്വർഗം കാമിച്ചുകൊണ്ടാണ്. അവിടെ ചെന്ന് ഔദനം യാചത, അവിടെ ചെന്ന് അന്നം യാചിച്ചു കൊള്ളുക. മദ്വിസർജിത അസ്മത് വിസർജിത, ഞാൻ പറഞ്ഞയച്ചതാണ് അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞയച്ചതാണ്. ഏട്ടന്റെ പേരും കൂടി പറയണം, എന്റെ പേരും പറഞ്ഞോളൂ. ഭഗവത ആര്യസ്യ മമച അഭിതാം കീർത്തയന്ത, ആര്യന്റെ ഏട്ടന്റെ അഭിതയും എന്റെ അഭിതയും കീർത്തിച്ചുകൊണ്ട് പറഞ്ഞോളൂ, ഞങ്ങൾ അയച്ചതാണെന്ന് പറഞ്ഞോളൂ. ഇങ്ങനെ ഭഗവാൻ പറഞ്ഞത് കേട്ട് ആ കുട്ടികൾ ഗോപന്മാർ ചെന്ന് അവിടെ ചെന്നു. കൈകൾ കൂപ്പിക്കൊണ്ട് അഞ്ജലിബദ്ധരായിക്കൊണ്ട് ഭൂമിയിൽ പതിച്ചുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് ബ്രാഹ്മണരോട് പറഞ്ഞു, അല്ലയോ ഭൂമിദേവന്മാരെ, കൃഷ്ണന്റെ ആദേശം ചെയ്യുന്നവരാണ് ഞങ്ങള്, നിങ്ങൾ കേൾക്കുവിൻ. ആ രാമചോദിതാൻ പ്രാപ്താൻ നോ ജാനീത, ബലരാമനാലും മറ്റും പ്രേരിതരായിട്ട് വന്നവരാണ് ഞങ്ങൾ, ഗോപന്മാരാണ് എന്ന് നിങ്ങൾ അറിയണം. ഇവിടെ അധികം ദൂരത്തല്ലാതെ പശുക്കളെ ചരിപ്പിച്ചുകൊണ്ട് രണ്ടുപേരും രാമാച്യുതവും ബുഭുക്ഷിതവും, അവർക്ക് വിശപ്പുണ്ട്, ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹമുണ്ട്. അവര് ഓദനം ലഷത, അവർ രണ്ടുപേരും നിങ്ങളിൽ നിന്ന് ഓദനം ആഗ്രഹിക്കുന്നു, അഭിലഷിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ, അല്ലയോ ദ്വിജന്മാരെ, നിങ്ങൾ ധർമ്മവിത്തമന്മാരല്ലേ, നിങ്ങൾക്ക് അവരുടെ നേരെ ശ്രദ്ധ ഉണ്ടെങ്കിൽ, അവർക്ക് ഓദനം കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അന്നം കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നയച്ചോളൂ, ഞങ്ങൾ കൊണ്ടു കൊടുക്കാം. ഇനി നിങ്ങളിപ്പോ ഓദനം തരുന്നതിൽ തെറ്റൊന്നുമില്ല, കാരണം നിങ്ങളുടെ പ്രധാന ചടങ്ങുകളെല്ലാം കഴിഞ്ഞിരിക്കുന്നു. ദീക്ഷയും പശുസംസ്ഥയും സൗത്രാമണ്യം എന്നുള്ള ചടങ്ങുകളൊക്കെ കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ദീക്ഷിതരാണ്. ഇവിടെ അന്നം മറ്റുള്ളവർക്ക് കൊടുത്തതുകൊണ്ട് അത് ദോഷം ഒന്നും ഇല്ല, കാരണം പ്രധാന ചടങ്ങുകൾ കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ഭഗവാന്റെ യാചനയെ ഈ ഗോപകുമാരന്മാർ പറഞ്ഞത് കേട്ടിട്ടും കേട്ടില്ല. ശൃണ്വന്തോപി ന ശുശ്രുവു, കേൾക്കാത്ത പോലെ അവഗണിച്ചു. അവർക്ക് ക്ഷുദ്രങ്ങളായ ആശകളോടുകൂടെ സ്വർഗാദി ഭോഗങ്ങളെ കാമിച്ചുകൊണ്ട് വലിയ വലിയ കർമ്മങ്ങൾ ചെയ്യുന്ന ബാലിശന്മാരാണ്, മുടന്മാരാണ്. എന്നാൽ വൃദ്ധന്മാരെന്ന് അഭിമാനിക്കുന്നവരാണ്, വലിയ അറിവുള്ളവരാണെന്ന് മാനിക്കുന്നവരാണ്, അഭിമാനികളാണ്. വാസ്തവത്തിൽ ആരാണ് ഈ ഭഗവാൻ? ദേശവും കാലവും വിവിധങ്ങളായ ദ്രവ്യങ്ങളും മന്ത്രങ്ങളും തന്ത്രങ്ങളും ഋത്തിക്കുകളും അഗ്നികളും ദേവതകളും യജമാനനും യാഗവും ധർമ്മവും എല്ലാം ഏതൊരുവന്റെ സ്വരൂപമോ യന്മയ. അങ്ങനെയുള്ള പരബ്രഹ്മമായിരിക്കുന്ന ഭഗവാനായ അധോക്ഷജനായ ആ ഭഗവാനിൽ മനുഷ്യദൃഷ്ട്യ ദുഷ്പ്രജ്ഞാഹ മർത്യാത്മാനോ നമേനിരേ. അവരുടെ ഭഗവാനെ അവർ മനുഷ്യദൃഷ്ടിയിലാണ് കാണുന്നത്. പ്രജ്ഞയില്ലാത്ത ദുഷിച്ച പ്രജ്ഞയോടുകൂടിയവരായ മൂഢന്മാർ, മർത്യത്തിൽ ആത്മഭാവത്തോടു കൂടിയവർ എന്ന് വെച്ചാൽ മരിക്കുന്ന ശരീരാദികളിൽ അതാണ് ആത്മാവ് എന്ന് കരുതുന്ന അഭിമാനികളായിട്ടുള്ളവർ
ഭഗവാനെ കണക്കാക്കിയതേ ഇല്ല. ന മേനിരെ, അവരൊന്നും പറഞ്ഞതുമില്ല. ശരിയെന്നോ ഇല്ല എന്നോ പറഞ്ഞില്ല. അതാണ് നതേ യത് ഓമിതി പ്രോജുഹു നായിതി ച പരന്തപ. ഇല്ല എന്നോ ഓം എന്നോ രണ്ടും പറഞ്ഞില്ല. അങ്ങനെ കുറെ നേരം നിന്ന് ഈ ഗോപന്മാര് നിരാശരായി മടങ്ങി വന്ന് കൃഷ്ണരാമയോഹോ തഥാ ഊചുഹു, ആ രാമകൃഷ്ണന്മാരോട് ഉണ്ടായത് അപ്രകാരം തന്നെ പറഞ്ഞു. അത് കേട്ടിട്ട് തതുപാകർണ്യ ഭഗവാൻ പ്രഹസ്യ ജഗതീശ്വര, ജഗതീശ്വരനായ ഭഗവാന് ലോകത്തിലെല്ലാം അറിയുന്ന ആളാണ്, സർവജ്ഞനാണ്. ഈ ഇവരുടെ സ്വഭാവം എന്താണ്, ഉള്ളിലിരിപ്പ് എന്താണ്, എല്ലാം അറിയാം. അതുപോലെ വിപ്രപത്നിമാരുടെ മനസ്സിലിരിപ്പും അറിയുന്നവനാണ്. അങ്ങനെയുള്ള ഭഗവാൻ പുനഃ ഗോപാൻ വ്യാജഹാര, വീണ്ടും ഗോപന്മാരോട് ഇങ്ങനെ പറഞ്ഞു. ലൗകികയും ഗതിയും ദർശയെന്ന്, ഈ ലോകത്തിന്റെ സ്വഭാവം എന്താണ്, ഓരോരുത്തരും എങ്ങനെയൊക്കെ പെരുമാറുന്നതിന് കാരണം എന്താണെന്നൊക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് നിങ്ങൾ സാരമാക്കണ്ട, അത് ഈ പുരുഷന്മാരൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. പുരുഷന്മാരോടല്ല നമ്മൾ ഓരോ വീടുകളിൽ ചെന്ന് അന്നാദികൾ ചോദിക്കേണ്ടത്. അവർക്കുണ്ടോ കൊടുത്തു പഴക്കം, അല്ലെങ്കിൽ അവർക്കുണ്ടോ അടുക്കളയിലുള്ള അന്നത്തിന്റെ കാര്യമൊക്കെ അറിയുന്നു. അതൊക്കെ ഉണ്ടാക്കുന്നതും കൊടുക്കുന്നതും ഒക്കെ അമ്മമാരുടെ സംസ്കാരമാണ്. അവർക്കാണ് ഈ കൊടുത്ത് ശീലമുള്ളത്. അതുകൊണ്ട് കൊടുക്കുന്നവരോട് പോയി ചോദിച്ചാലേ കിട്ടുള്ളൂ. കൊടുക്കാത്തവരോട് പോയി ചോദിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. അവർക്ക് ആ സംസ്കാരമേ ഇല്ല, ഈ ആണുങ്ങൾക്ക്, ബ്രാഹ്മണർക്ക്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യൂ, ആ പത്നിമാരോട് ചെന്ന് അറിയിക്കൂ, ഞാനും ഏട്ടനും ഇവിടെ ഉണ്ടെന്ന്. വേറെ ഒന്നും പറയണ്ട. അതാണ് ഈ പറയാൻ പോണത്. അവരോട് ഭക്ഷണം വേണമെന്ന് പോലും പറയേണ്ട ആവശ്യം വരില്ല. അതാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്. മാം ജ്ഞാപയത പത്നീഭ്യഃ സസംഘർഷണം ആഗതം ദാസ്യന്തി കാമമന്നം വഹ സ്നിഗ്ധ മയ്യുഷിതാധിയാ. മാം ജ്ഞാപയത പത്നീഭ്യഃ സസംഘർഷണമാഗതം ദാസ്യന്തി കാമമന്നം വഹ സ്നിഗ്ധ മയ്യുഷിതാധിയാ. അപ്പോ ആ പത്നീഭ്യ, ബ്രാഹ്മണ പത്നീഭ്യ, വിപ്രപത്നീഭ്യ, ആ പത്നിമാരോടായിക്കൊണ്ട് ചെന്ന് ജ്ഞാപയത, ജ്ഞാപയത എന്ന് പറഞ്ഞാൽ അറിയിക്കുവിൻ, അറിയിപ്പിക്കുവിൻ. എന്താ അറിയിക്കേണ്ടത്? സംഘർഷണം ആഗതം മാം ച. അപ്പൊ മാം സസംഘർഷണം ആഗതം, മാം എന്നെ സംഘർഷണനോടുകൂടെ, ഏട്ടനോടുകൂടെ വന്നു ചേർന്നിരിക്കുന്നതിനെ കുറിച്ച് ജ്ഞാപയത, നിങ്ങളൊന്ന് അറിയിക്കൂ. ബാക്കി നിങ്ങൾ അന്നം ചോദിക്കേണ്ടി വരില്ല. ദാസ്യന്തി കാമം അന്നം വഹ, വഹ യുഷ്മഭ്യ, നിങ്ങൾക്ക് കാമം അന്നം ദാസ്യന്തി, ഇഷ്ടം പോലെ അന്നം, അതാണ് കാമം. യഥേഷ്ടം എന്നാണ് കാമം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടം പോലെ നല്ല ഭക്ഷണം ദാസ്യന്തി, ഉറപ്പാണ് തരും അവര്. ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അറിയിച്ചാൽ മാത്രം മതി. അവർക്കൊരു അവസരം കൊടുത്താൽ മതി. അവസരം കാത്തിരിക്കുന്നവരാണ് അവര്, അല്ലാതെ നിർബന്ധിക്കേണ്ട ഒരു കാര്യവും ഇല്ല. അതാണ് അമ്മമാരുടെ സ്വഭാവം എന്ന് പറയണം. അല്ലെ, എല്ലാ വീടുകളിലും അമ്മമാരും ഇങ്ങനെ ആയിരുന്നാൽ എത്ര നന്നായിരുന്നു. ഈ ലോകമേ സുന്ദരം. അമ്മമാരൊക്കെ വീട്ടിലെ വിളക്കായി, അല്ലെ, ഇങ്ങനെ ലക്ഷ്മിയായി, എല്ലാ ധർമ്മവും പാലിക്കുന്നവരായി, വരുന്നവർക്കൊക്കെ അവരുടെ എന്താ പറയുക വിശപ്പും ദാഹവും മാറ്റുന്നവരായി, എന്താ പറയുക അവർക്ക് സാന്ത്വനം നൽകുന്നവരായി, അങ്ങനെയുള്ള അമ്മമാരായി തീരട്ടെ. ഭഗവാന് വിശ്വാസമുണ്ട് അമ്മമാരിലെ. അതാണ് ദാസ്യന്തി കാമമന്നംബഹ. അപ്പൊ നിങ്ങളുമൊക്കെ ഈ വിപ്രപത്നിമാരെ പോലെ ആവും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള അന്നം നൽകും. കാരണം അവര് സ്നിഗ്ധാഹ മൈ ഉഷിതാ ദിയ, അവരുടെ ദിയ ബുദ്ധി കൊണ്ട് മയി ഉഷിതാഹ, മയി എന്നിൽ ഉഷിതാഹ വസിക്കുന്നവരാണ്.
അവരെന്നിലാണ് വസിക്കുന്നത് ബുദ്ധി കൊണ്ട് എന്ന് വെച്ചാൽ അവർക്ക് അത്രയും എന്നോട് എപ്പോഴും എന്നിൽ തന്നെ സമർപ്പിത ചിത്തരാണ് അവര്. അവര് സ്നിഗ്ധരാണ്. സ്നിഗ്ധർ എന്നാൽ സ്നേഹമുള്ളവരാണ്. അമ്മമാരുടെയൊക്കെ നേച്ചർ ഇങ്ങനെയാവട്ടെ അല്ലേ? സ്നിഗ്ധതയും ഭഗവാനിൽ ഉറച്ച മനസ്സും നല്ല ഗുണങ്ങളാണ്. അപ്പൊ സ്നിഗ്ധാഹ മയ്യുഷിതാ ദിയ, തീർച്ചയായിട്ടും എന്നോടുള്ളതായിട്ടുള്ള ബഹുമാനവും പ്രേമവും അവർക്ക് അത്രയുണ്ട് എന്നാണ് മയ്യുഷിതാ ദിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചോദിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞത്. ഞങ്ങൾ വന്നിട്ടുണ്ട് എന്ന് അറിയിച്ചാൽ മതി, ബാക്കി അവർ നോക്കിക്കോളും. അവർക്ക് അത്രയും സ്നേഹമുള്ളതാണെന്ന് എവിടെയോ ഇരിക്കുന്ന ഭഗവാൻ എവിടെയോ ഇരിക്കുന്നവരുടെ മനസ്സ് കാണുന്നു. സർവാന്തര്യാമിയാണ് ഭഗവാൻ. അതുകൊണ്ട് ആ അമ്മമാരുടെ ഹൃദയം ഭഗവാൻ അറിഞ്ഞിട്ടാണ് അവരെ അനുഗ്രഹിക്കാനായിട്ട് അവിടെ എത്തിയത്. അപ്പോൾ അതിൽ യാതൊരു മാറ്റവും ഇല്ല. ഭഗവാന്റെ നിരീക്ഷണത്തില് ഒരു സംശയവും വേണ്ട, തെറ്റുകയില്ല. അപ്പോ ഗത്വാദ പത്നീശാലായാം ദൃഷ്ട്വാസീനാ സ്വലംകൃതാഃ നത്വാ ദ്വിജസദീർഗോപാഃ പ്രസൃതായിതമബ്രുവൻ. ഗത്വാദ പത്നീശാലായാം ദൃഷ്ട്വാസീനാ സ്വലംകൃതാഃ നത്വാ ദ്വിജസദീർഗോപാഃ പ്രസൃതായിതമബ്രുവൻ. അനന്തരം ആ ഗോപന്മാര് ഭഗവാൻ പറഞ്ഞത് കേട്ട് വീണ്ടും പോവുകയാണ്. ചിലപ്പോൾ ഇത്തിരിയൊക്കെ മടിച്ചിട്ടുണ്ടാവും. ഭഗവാൻ പറഞ്ഞു, ധൈര്യമായിട്ട് പൊക്കോളൂ, അമ്മമാരുടെ അടുത്തേക്കാ പോകേണ്ടത്, ഒരു സംശയവും വേണ്ട, നിങ്ങൾ പൊക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഗത്വ അനന്തരം എവിടേക്കാ ഗത്വ? പത്നീശാലായാം ഗത്വ. പത്നികളിരിക്കുന്ന ശാല, യാഗശാലയില് ഓരോന്നിനും ഓരോരോ ശാലകൾ വേറെ വേറെ ഉണ്ടാവും അല്ലേ? ഭോജനശാല, യാഗശാല, അതുപോലെ വിശ്രമശാല, പത്നീശാല, പലതരം ശാലകളുണ്ടാവും. ഗോശാല വേറെ ഉണ്ടാവും വേണമെങ്കിൽ. ഇനി ഓരോരോ കാര്യങ്ങൾക്കും പ്രത്യേകം ശാലകൾ. അപ്പോ പത്നീശാലായാം ഗത്വ അവർ കാണുകയാണ് ആരെ? അമ്മമാരെ. ദൃഷ്ട്വാ ആസീനാഹ സ്വലംകൃതാഹ. ആസീനാഹ അവരവിടെ ഇരിക്കുകയാണ്, ഇരിക്കുന്നവരായിട്ടാ കാണുന്നത്. ആ ഇരിക്കുന്നവരായി കാണുന്നു എന്ന് പറയുന്നതോടുകൂടി തന്നെ അവർക്ക് വേറെ ഓക്കുപ്പേഷനൊന്നുമില്ല. അവർ വിശ്രമിച്ചിരിക്കുകയാണ്, അവരുടെ ഊഴം കാത്തിരിക്കുകയാണ്. എന്തില്? ഈ യാഗശാലയിൽ അവരെ വിളിക്കുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് അവർ ചെല്ലണം. പല കാര്യങ്ങൾക്കും പത്നിമാരുടെ ആവശ്യം വരും യജമാനന്മാർക്ക്. അപ്പൊ പത്നി ഇന്ന സന്ദർഭത്തിൽ ഇന്ന ഹവിസ് സമർപ്പിക്കാനായിട്ട് കൂടെ ഒന്ന് കൈപിടിച്ചുകൊണ്ട് പത്നിയും നിൽക്കണം. അപ്പൊ വിളിക്കുമ്പോൾ ചെല്ലാൻ വേണ്ടി, അല്ലെങ്കിൽ അതാത് സമയമാകുമ്പോൾ എന്തൊക്കെ ചെയ്യണോ അതിനൊക്കെ വേണ്ടി കാത്ത് വിശ്രമിച്ചിരിക്കുകയാണ്. അതാണ് ആസീനാഹ സുഅലങ്കൃതാഹ. സുഅലങ്കൃതാഹ, നല്ലതുപോലെ അലങ്കൃതരായിട്ടാണ് അവരിയ്ക്കുന്നത് എന്ന് പറഞ്ഞാൽ അവരൊക്കെ സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ് എന്നും കൂടി. അപ്പോ ഇങ്ങനെയുള്ള സമയത്ത് വേണം ആരെയും ചെന്ന് കാണാൻ അല്ലേ? പ്രീ ഓക്കുപ്പൈഡ് ആയിരിക്കുന്ന സമയത്ത് ആരുടെയൊക്കെയും ചെന്ന് എന്തെങ്കിലും കാര്യം പറയാൻ പോയാൽ അവർക്ക് ചെവിയിൽ പോവില്ല. എൻഗേജ്ഡ് ആയിരിക്കുന്ന ആളുകളോട് ചെന്ന് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അവർക്ക് ദേഷ്യം വരും. നമുക്കടക്കാം അല്ലെ? നമ്മൾ എന്തെങ്കിലും തിരക്കിട്ട് എന്തെങ്കിലും പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും വന്ന് എന്ത് അത്യാവശ്യം പറഞ്ഞാലും നമ്മൾ അത് ചിലപ്പോൾ മൈൻഡ് ചെയ്തില്ല എന്ന് വരും. അപ്പൊ ഇത് ഇവിടെ ആസീന എന്ന് സൂചിപ്പിക്കുന്നതിലൂടെ അവര് നല്ല മൂഡില് ഇരിക്കുകയാണ്. അലങ്കൃത എന്ന് പറഞ്ഞതിലൂടെ അവര് ഒരു നിറവോടുകൂടെ സന്തോഷത്തോടുകൂടി ഇരിക്കുകയാണ്. ഇപ്പൊ ചെന്നാൽ അല്ലെങ്കിൽ ഇപ്പോൾ അവരോട് ചോദിച്ചാൽ തീർച്ചയായിട്ടും ലഭിക്കും എന്നുള്ള വിശ്വാസം ഈ കുട്ടികളിൽ ഉണ്ടാവുകയാണ് അവരെ കാണുമ്പോൾ. അതാണ് ദൃഷ്ട്വാ ആസീന സ്വലംകൃതാഹ നത്വാ ദ്വിജസദീർ ഗോപാഹ പ്രസൃത ഇതം അബ്രുവന്. ദ്വിജസദീഹി നത്വ, ആര്? ഗോപാഹ, ഗോപന്മാര് ആ ദ്വിജസതികളെ, ദ്വിജന്മാരുടെ പതിവ്രതകളായ പത്നിമാരെ നത്വ, നമിച്ചിട്ട്. അപ്പൊ അവര് പതിവ്രതകളാണ്, സദാചാരമുള്ളവരാണ്, ധാർമ്മികന്മാരാണ്, ധാർമ്മികകളാണ് എന്നും കൂടെ സൂചിപ്പിച്ചു. അവർക്ക് ധർമ്മം അറിയുന്നവരാണ്, അനുഷ്ഠിക്കുന്നവരാണ്.
അങ്ങനെയുള്ള പതിവ്രതകളായ സദാചാരമുള്ളവരായ ആ സതികളെ ഗോപന്മാര് എങ്ങനെ ചെന്നു? പ്രസൃതാഹ നത്വ. പ്രസൃതാഹ എന്ന് പറഞ്ഞാല് വിനയത്തോടുകൂടെ വിനീതരായി ചെന്ന് നമസ്കരിച്ച് ഇതം അബ്രുവന് ഇപ്രകാരം പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു എന്നാണ്. എന്താ പറയാൻ പോണത്? ഭഗവാൻ പറഞ്ഞ കാര്യം. അല്ലെങ്കിൽ അവരോട് ചെന്ന് ഭഗവാനും ബലരാമനും അടുത്തെത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയിക്കണം. നമോ വോ വിപ്രപത്നീഭ്യോ നിബോധതവജാംസി നഃ ഇതോ അവിദൂരേ ചരദാ കൃഷ്ണേനേഹേഷിതാ വയം. നമോ വോ വിപ്രപത്നീഭ്യോ നിബോധതവജാംസി നഃ ഇതോ അവിദൂരേ ചരദാ കൃഷ്ണേനേഹേഷിതാ വയം. അവര് ചെന്ന് നമസ്കരിച്ച്, നമസ്കാരം എന്ന് തന്നെ പറയണം. നമോ വോ വിപ്രപത്നീഭ്യോ. വോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് യുഷ്മഭ്യം, നിങ്ങളെ യുഷ്മഭ്യ, നിങ്ങൾ ആരാണ്? വിപ്രപത്നികളാണ്. അല്ലയോ ബ്രാഹ്മണ പത്നിമാരെ, നിങ്ങൾക്കായിക്കൊണ്ട് ഞങ്ങളുടെ നമസ്കാരം. വോ നമഃ. നഹ വജാംസി നിബോധത. ഞങ്ങളുടെ വാക്കുകളെ ഒന്ന് ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കൂ. ഞങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കൂ, ബോധിക്കുവിൻ, കേട്ട് മനസ്സിലാക്കുവിൻ. എന്താ ഞങ്ങൾക്ക് പറയാനുള്ളത്? ഇതഃ അവിദൂരേ ചരദാ കൃഷ്ണേന ഇഹ ഈഷിതാ വയം. ഇതഃ അവിദൂരെ, ഇവിടുന്ന് വിദൂരത്തല്ലാതെ അടുത്തു തന്നെയായിട്ട്, സമീപത്തായിട്ട്, ചരദ പശുക്കളെ ചരിപ്പിക്കുന്ന, കൃഷ്ണേന ആ കൃഷ്ണനാൽ, ഇഹ ഇവിടേക്ക്, ഈഷിതാ വയം. ഈഷിത എന്ന് പറഞ്ഞാൽ പ്രേഷിത. ഈഷിത എന്നുള്ളതിന് പ്ര എന്ന ഉപസർഗം ചേർത്താൽ പ്രേഷണമായി. പ്രേഷണം ചെയ്യുക എന്ന് പറഞ്ഞാൽ അയക്കുക എന്നർത്ഥമാണ്. അത് തന്നെയാണ് ഈഷിത. അപ്പൊ അയച്ചവരാണ് ഞങ്ങൾ. ഭഗവാനാൽ, കൃഷ്ണനാൽ പ്രേരിപ്പിക്കപ്പെട്ടാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നിരിക്കുന്നത്. ആ കൃഷ്ണൻ ഇവിടെ സമീപത്ത് തന്നെ ഉണ്ട്. ഇതഃ അവിദൂരെ. അപ്പോ സൂചിപ്പിച്ചു. പോരാത്തതിന് ഭഗവാൻ പറയാത്തതായിട്ടുള്ള ഒരു കാര്യം കൂടി ഇവർ അപേക്ഷയും സമർപ്പിക്കുന്നു. കാരണം ഒട്ടും വൈകുന്നില്ല. ഗാശ്ചാരയൻ സഗോപാലൈഹി സരാമോ ദൂരമാഗതഃ ബുഭുക്ഷിതസ്യ തസ്യാന്നം സാനുഗസ്യ പ്രദീയതാം. ഗാശ്ചാരയൻ സഗോപാലൈഹി സരാമോ ദൂരമാഗതഃ ബുഭുക്ഷിതസ്യ തസ്യാന്നം സാനുഗസ്യ പ്രദീയതാം. അവിടെ സഗോപാലൈഹി സരാമഃ. ആരാ? ഭഗവാൻ. കൃഷ്ണൻ കൃഷ്ണേന ഈഷിത എന്ന് പൂർവ്വ ശ്ലോകത്തിൽ പറഞ്ഞു. അപ്പൊ കൃഷ്ണൻ എന്ത് ചെയ്യണു? ആ ഗോപാലന്മാരോടുകൂടെയും സരാമഃ ബലരാമനോടും കൂടെ ഗാഹാചാരയൻ പശുക്കളെ ചരിപ്പിച്ചുകൊണ്ട്, പശുക്കളെ മേച്ചുകൊണ്ട് ദൂരം ആഗതഃ ആ സാധാരണ മേയ്ക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന്, ഗോകുലത്തിൽ നിന്ന്, വൃന്ദാവനത്തിൽ നിന്ന് ഒക്കെ കുറച്ച് ദൂരേക്ക് വന്നു ചേർന്നു. പരിധിയൊക്കെ ലംഘിച്ച് വന്നിരിക്കുകയാണ്. ഭഗവാന്റെ ഉള്ളില് നിങ്ങളെ അനുഗ്രഹിക്കാൻ തന്നെയാണ് എന്ന് പറയാനൊന്നും ഇവർക്ക് അറിയില്ല. ഭഗവാനാണത് സങ്കല്പിച്ചിട്ടുള്ളത്. എന്തായാലും ഭഗവാൻ ഈ ദൂരത്തേക്ക് വന്നിരിക്കുന്നത് ഈ ബ്രാഹ്മണ പത്നിമാരെ അനുഗ്രഹിക്കാൻ തന്നെയാണ്. അപ്പോ ദൂരം ആഗത, ദൂരത്തേക്ക് വന്നിരിക്കുകയാണ് ആ കൃഷ്ണൻ. ബുഭുക്ഷിതസ്യ തസ്യ സാനുഗസ്യ അന്നം പ്രദീയത. ബുഭുക്ഷിതസ്യ, ബുഭുക്ഷിതൻ ബുഭുക്ഷയുള്ളവൻ, വിശപ്പുള്ളവൻ, ഭുജിക്കാൻ ആഗ്രഹമുള്ളവൻ. ഭോക്തുമിച്ഛ ബുഭുക്ഷ, ഭുജിക്കുവാനുള്ള ഇച്ഛ. അപ്പൊ വിശപ്പുണ്ട് എന്നർത്ഥം. വിശപ്പുള്ളവനായ സാനുഗസ്യ തസ്യ, സാനുഗൻ എന്ന് പറഞ്ഞാൽ അനുഗന്മാരോടുകൂടിയ, അനുചരന്മാരോടുകൂടിയ, കൂട്ടുകാരോടുകൂടിയ, ബലരാമനോടുകൂടിയ തസ്യ അന്നം പ്രദീയതാം. എന്തെങ്കിലും കഴിക്കാനായിട്ട് അന്നം തന്നയച്ചാലും അദ്ദേഹത്തിന് വിശപ്പുണ്ട് എന്ന്, അദ്ദേഹത്തിന് മാത്രമല്ല കൂടെയുള്ളവർക്കും കൂടി കരുതണേ എന്ന് വളരെ വിനീതരായി നമസ്കാരപൂർവം അവരെ പ്രസാദിപ്പിച്ചുകൊണ്ട് ഗോപകുമാരന്മാർ ഭഗവാന്റെ ഏൽപ്പിച്ച ദൗത്യം നന്നായി നിർവഹിച്ചു. അപ്പോ ഇത് കേട്ടതായിട്ടുള്ള ഗോപസ്ത്രീകള്, അല്ല വിപ്രപത്നിമാര് എങ്ങനെയാണ് അതിന്
പ്രതികരിച്ചത് നോക്കാം. ശ്രുത്വാച്യുതമുപായാതം നിത്യം തദ്ദർശനോത്സുകാഃ തൽ കഥാക്ഷിപ്തമനസോ ബഭൂവുർജാതസംഭ്രമാഃ. ശ്രുത്വാച്യുതമുപായാതം നിത്യം തദ്ദർശനോത്സുകാഃ തൽ കഥാക്ഷിപ്തമനസഃ ബഭൂവുർജാതസംഭ്രമാഃ. അപ്പൊ അവര് എന്താ, ചിരകാലമായി കേൾക്കാൻ ആഗ്രഹിക്കുന്നതാണ് ഇപ്പൊ കേൾക്കുന്നത്. എത്രയോ കാലമായി കൃഷ്ണദർശനം കൊതിക്കുന്നവരാണ്. അതാണ് തദ്ദർശനോത്സുകാഃ. തദ്ദർശനോത്സുകാഃ, ഭഗവാനെ ദർശിക്കുവാനുള്ള ഉത്സാഹത്തോടു കൂടിയവർ, ഭഗവാനെ കാണണം എന്നുള്ള ഉത്സാഹം എപ്പോഴും ഉള്ളവർ. നിത്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. നിത്യം തദ്ദർശനോത്സുകാഃ, എന്നും ഭഗവാനെ കാണാൻ ആഗ്രഹിക്കുന്നവരായിട്ടുള്ള അവർ അച്യുതം ഉപായാതം ശ്രുത്വാ, അച്യുതൻ ആയാതം സമീപത്ത് വന്നു ചേർന്നിരിക്കുന്നു എന്ന് ശ്രുത്വാ, കേട്ടിട്ട് ഭഗവാൻ അടുത്തു വന്നിരിക്കുന്നു എന്നറിഞ്ഞുകൊണ്ട്, എന്തുകൊണ്ടാണ് അവരൊക്കെ ഭഗവാനെ കാണാനുള്ള ആഗ്രഹം? തൽ കഥാക്ഷിപ്ത മനസഃ, അവർക്ക് ഭഗവാനോടുള്ള ഈ ഒരു പ്രേമത്തിന് കാരണം, ഭഗവാനെ കാണണം എന്നുള്ള ഉത്സാഹത്തിന് കാരണം തൽ കഥാക്ഷിപ്ത മനസഃ, ആ ഭഗവാന്റെ കഥകൾ കൊണ്ട് ആക്ഷിപ്തമായി ആകർഷിക്കപ്പെട്ടതായിട്ടുള്ള മനസ്സോടു കൂടിയവരാണ്. ഭഗവാൻ അവരുടെ ഹൃദയത്തെ അപഹരിച്ചിട്ടുണ്ട്, അവരുടെ മനസ്സിനെ അപഹരിച്ചിട്ടുണ്ട്. എങ്ങനെ? തൻ്റെ കഥകള് എല്ലായിടത്തും പ്രചരിച്ചിട്ടുണ്ട്. ഭഗവാൻ എന്തൊക്കെ ലീലകളാണ് ആ ഗോകുലത്തിലും വൃന്ദാവനത്തിലും ഒക്കെ ചെയ്യുന്നത്, ഏതൊക്കെ അസുരന്മാരെ നിഗ്രഹിച്ചു, എന്തെല്ലാം ലീലകൾ ചെയ്തു അല്ലേ. കാളിയ നർത്തനവും ഓരോരോ അസുരന്മാരെ നിഗ്രഹിച്ച കഥകൾ എല്ലാം നാട്ടിൽ പാട്ടായിട്ടുണ്ട്. അപ്പൊ അത് ഈ ബ്രാഹ്മണ പത്നിമാരും കേട്ട് മനസ്സ് ഭഗവാനിലേക്ക് ആകൃഷ്ടരാണവര്. അതാണ് തൽ കഥാക്ഷിപ്ത മനസഃ തദ്ദർശനോത്സുകാഃ. അപ്പൊ ഭഗവാനെ കാണാൻ നല്ല കൗതുകമുള്ളവരാണവര്. അവര് ബഭൂവുഹു ജാതസംഭ്രമാഃ. ജാതസംഭ്രമാഃ ബഭൂവു, അവരുടെ ഉള്ളില് സംഭ്രമം ഉണ്ടായി, ഒരു പരിഭ്രമം ഉണ്ടായി, പാരവശ്യമുണ്ടായി. ഭഗവാൻ ഇവിടെ അടുത്തെത്തിയിട്ടുണ്ടോ, ഉടനെ കാണുക തന്നെ എന്നുള്ളതായിട്ടുള്ള പരിഭ്രമമാണ് അവരുടെ ഉള്ളിലുണ്ടായത്. അങ്ങനെ ഇനിയിപ്പോ എന്തൊക്കെയാ ചെയ്യേണ്ടത്, എന്തൊക്കെയാ എടുക്കേണ്ടത് നോക്കുള്ളതായിട്ടുള്ള പരിഭ്രമമായി. ഭഗവാനെ കാണാൻ പോകുമ്പോൾ വെറും കൈയോടെ പോകാൻ പറ്റില്ല. മാത്രമല്ല അവിടെ കുട്ടികൾ വന്ന് പറഞ്ഞിരിക്കണു ഭഗവാൻ വിശക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നും. അപ്പൊ പിന്നെ പറയും വേണോ. അപ്പൊ എന്തുകൊണ്ട് കൊടുത്താലാണ് ഭഗവാന് തൃപ്തിയാവുക? മാത്രമല്ല ഭഗവാനെ മാത്രം കൊണ്ടുപോയാൽ അത് ശരിയാവില്ല. കൂട്ടുകാർ ഒരുപാട് പേരുണ്ടാവും, അവർക്കൊക്കെ കൊടുക്കണം. അവർക്കൊക്കെ കൊടുക്കുമ്പോഴാണ് ഭഗവാന് കൂടുതൽ സന്തോഷമാകുക. അപ്പൊ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് ആകെ അവർക്ക് പരിഭ്രമമായി. അതാണ് ബഭൂവുർ ജാതസംഭ്രമാഃ. അപ്പൊ എത്രയോ കാലമായി അവരെ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, കാണാൻ കൊതിച്ചുകൊണ്ട്, ഭഗവാന്റെ കഥകളാൽ ആകൃഷ്ട ചേതസ്സുകളായി ഇരിക്കുകയാണ്. അപ്പൊ അവസരം കിട്ടിയവർക്ക് ആ അവസരത്തെ അവര് വിനിയോഗിക്കാൻ തന്നെ തീരുമാനിച്ചു. പാഴാക്കാനുള്ള ഇതില്ല അല്ലേ. നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനുഷ്യജന്മം എന്നുള്ള അവസരം, ഭഗവാനെ കാണാനുള്ള അവസരമാണ്, പാഴാക്കാതിരിക്കട്ടെ. ചതുർവിധം ബഹുഗുണം അന്നമാദായ ഭാജനൈഃ അഭിസശ്രുഃ പ്രിയം സർവാഃ സമുദ്രമിവ നിമ്നഗാഃ നിഷിദ്യമാനാ പതിഭിഃ ഭ്രാതൃഭിർബന്ധുഭിः സുതൈഃ ഭഗവത്യുത്തമ ശ്ലോകേ ദീർഘശ്രുതധൃതാശയാഃ. ചതുർവിധം ബഹുഗുണം അന്നമാദായ ഭാജനൈഃ അഭിസശ്രുഃ പ്രിയം സർവാഃ സമുദ്രമിവ നിമ്നഗാഃ നിഷിദ്യമാനാ പതിഭിഃ ഭ്രാതൃഭിർബന്ധുഭിः സുതൈഃ ഭഗവത്യുത്തമ ശ്ലോകേ ദീർഘശ്രുതധൃതാശയാഃ. അപ്പൊ അവര് പരസ്പരം പറഞ്ഞു കഴിഞ്ഞു നമുക്ക് എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടത്. എല്ലാ പ്രകാരത്തിലുള്ള ഭക്ഷണവും ഭഗവാന് കൊടുക്കണം. അതവിടെ ചതുർവിധം ബഹുഗുണം അന്നം ഭാജനൈഹി ആദായ, ഭാജനങ്ങളാൽ, പാത്രങ്ങളാൽ സ്വീകരിച്ചുകൊണ്ട്. അപ്പൊ അവരെ കൊണ്ട് ആകാവുന്നത്രയും വലിയ പാത്രങ്ങളിലൊക്കെ ഓരോരുത്തരും എടുക്കുന്നുണ്ട്.
ബഹുഗുണം അന്നം എന്ന് പറഞ്ഞാൽ ബഹുഗുണം പല പ്രകാരത്തിലുള്ള ചിത്രങ്ങളായ അന്നങ്ങൾ, വിചിത്രങ്ങളായ അന്നങ്ങൾ. അത് ഏത് പ്രകാരത്തിൽ? ചതുർവിധം, 4 വിധം. 4 വിധത്തിലാണ് നമ്മൾ അന്നം ഭുജിക്കുന്നത്. അല്ലാതെ ഇവിടെ 4 കറി എന്നുള്ള അർത്ഥത്തിലല്ല, 4 വിധം. ഏതൊക്കെ പ്രകാരത്തിലാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്? കടിച്ച് ചവച്ച് കഴിക്കുന്നത്, നക്കി കഴിക്കുന്നത്, കുടിക്കുന്നത്, എന്താ പറയുക, നാവ് കൊണ്ട് ഉറിഞ്ചി കഴിക്കുന്നത്. ഇങ്ങനെയാണ് ചതുർവിധം. ഭഗവാൻ ഗീതയിലും പറയുന്ന അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാന സമായുക്ത പചാമ്യന്നം ചതുർവിധം. എന്തൊക്കെയാണ് ചതുർവിധം? കടിച്ച് ചവച്ച് അരച്ച് തിന്നുന്നത് ഖാദ്യം, അല്ലെങ്കിൽ ഭക്ഷ്യം എന്നും പറയും. പേരുകൾ ചെറിയ മാറ്റം, ഓരോരുത്തർ ഓരോ ഭാഷയിൽ പറയും. ഖാദ്യം, ഖാദനം ചെയ്യുന്നത് ഖാദ്യം, ചവച്ചരച്ച് തിന്നുന്നത് അത് ഭക്ഷ്യം, ഭോജ്യം എന്നൊക്കെ അതിനെ പറയാം. പിന്നെ ഒന്ന് ലേഹ്യം. ലേഹ്യം എന്ന് പറഞ്ഞാൽ ലിഹ എന്ന് പറഞ്ഞാൽ നക്കുക, ലിഹതി. അപ്പൊ നക്കി തിന്നുന്നത് ലേഹ്യങ്ങൾ അല്ലെ. പലതരത്തിലുള്ള നക്കി തിന്നുന്നതായിട്ടുള്ള തൊടുകറികളൊക്കെ ഉണ്ട്, ചമ്മന്തികളുണ്ട്, അതൊക്കെ ലേഹ്യങ്ങളാണ്. പായസവും ഒരു തരത്തിലൊരു ലേഹ്യം പോലെ ആവും ചിലപ്പോൾ. പലരും പായസം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ എന്താ ഉള്ളതെന്ന് പോലും അറിയാതെ അലിഞ്ഞു പോയിട്ടുണ്ടാവുമല്ല. പരിപ്പാണോ ഗോതമ്പാണോ ഒന്നും തിരിച്ചറിയാത്ത രീതിയിൽ അലിഞ്ഞ് ലേഹ്യമായിട്ടുണ്ടാവും. ചവച്ച് കടിക്കാനൊന്നും ഉണ്ടാവില്ല. അപ്പൊ എന്തായാലും നക്കി തിന്നുന്നതൊക്കെ ലേഹ്യം. പിന്നെ പേയം. പേയം എന്ന് പറഞ്ഞാല് കുടിക്കുന്നത്, പാനീയങ്ങൾ. പലതരത്തിലുള്ള പാനീയങ്ങളുണ്ട്, അത് ഏത് വേണമെങ്കിൽ ആവാം. എല്ലാം കുടിക്കാനുള്ളത്. അതിപ്പോ മോരോ പാലോ പലതരത്തിലുള്ള രസങ്ങൾ അല്ലെ, സൂപ്പുകൾ, ഇതൊക്കെ കുടിക്കാനുള്ളതാണ്. വെള്ളം, വെള്ളം തന്നെ പലതരത്തിലുള്ള വെള്ളങ്ങളാവാം. അപ്പോൾ ഇതെല്ലാം പേയം എന്നുള്ള വകുപ്പിൽ പെടുന്നതാണ്. മറ്റൊന്ന് ശോഷ്യം. ശോഷ്യം എന്ന് പറഞ്ഞാൽ ശോഷിപ്പിക്കേണ്ടത്, ശുഷ്കമാക്കേണ്ടത് എന്ന് പറഞ്ഞാലോ, ഉണങ്ങിയതായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ നാവിലിട്ട് നാവിലെ വെള്ളം കൊണ്ട് അതിനെ അലിയിച്ചുകൊണ്ട് ഭക്ഷിക്കണം. നാവിലിട്ട് ശോഷിപ്പിക്കേണ്ടത്, നാവിലെ വെള്ളം കൊണ്ട് അലിയിപ്പിക്കേണ്ടത്. പലതരത്തിലുള്ള അല്ലെ, മിഠായികൾ പോലെയുള്ളതായിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ നാവിലിട്ട് അലിയിപ്പിച്ചിട്ടാണ് തിന്നുക. അപ്പൊ ഇങ്ങനെ 4 പ്രകാരത്തിലേ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ വേണമെങ്കിൽ മൂക്ക് കൂടെ ചെവി കൂടെയൊക്കെ കഴിക്കണം. അപ്പോൾ വായിലൂടെ കഴിക്കുന്നത് 4 വിധത്തിലാണ്. ഒന്നുകിൽ പല്ലുകൊണ്ട് കടിച്ചിട്ട്, അല്ലെങ്കിൽ നാവ് കൊണ്ട് നക്കിയിട്ട്, അല്ലെങ്കിൽ നാവിലിട്ട് അലിയിപ്പിച്ചിട്ട്, അല്ലെങ്കിൽ വേണമെങ്കിൽ തൊണ്ട തൊടാതെ കുടിച്ചിട്ട്. ഇതല്ലാതെ വേറെ വഴിയില്ല ഈ ഭക്ഷണം കഴിക്കാൻ. അതുകൊണ്ടാണ് അന്നത്തെ ചതുർവിധം എന്ന് പട്ടിക ഇട്ടത്. എല്ലാ അന്നങ്ങളെയും ഈ 4 പട്ടികയിലേക്ക് തിരിക്കാം. ഏത് അന്നമാണെങ്കിലും ഏതാന്ന് പറയൂ, അതിനെ ഇന്നല്ലി കൂട്ടാം എന്ന് പറയാം. അപ്പോ ഓരോരുത്തർക്കും ഓരോന്നിലായിരിക്കും ആഭിമുഖ്യം. ഏതാണ് ഇഷ്ടം അത് തിരഞ്ഞെടുക്കാം ഓരോരുത്തർക്കും. ചിലർ വെള്ളം കുടിക്കാതെ അല്ലെ ഭക്ഷണം മാത്രം കഴിക്കുന്നവരുണ്ട്, ചിലർ വെള്ളം കൂടുതൽ കഴിക്കുന്നവരുണ്ട്, ചിലർക്ക് പല്ല് കുറവാണ്, അപ്പൊ അതുകൊണ്ട് നക്കി തിന്നുന്നതാണ് ചിലർക്കിഷ്ടം, ചിലർക്ക് കടിച്ചു തിന്നുന്നതാണ് ഇഷ്ടം. അപ്പൊ ഇങ്ങനെ ഓരോരുത്തരുടെയും രുചിക്കനുസരിച്ച് ഈ 4 വിധം അന്നത്തെ അധികം കഴിക്കാവുന്നതാണ്. അപ്പൊ എന്തായാലും ചതുർവിധം ബഹുഗുണം അന്നം ആദായ ഭാജനൈഹി. ഭാജനങ്ങൾ പാത്രങ്ങൾ. അപ്പൊ പാത്രങ്ങളോടുകൂടെ അങ്ങോട്ട് പൊക്കിയെടുത്തു എന്നർത്ഥം. പാത്രങ്ങളിലൊക്കെ അവിടെ വിളമ്പാൻ വേണ്ടി അല്ലെ തെക്ക് പാത്രങ്ങളിൽ തെക്കിയെടുത്തിട്ട് പരിമാറാനായിട്ട് വെച്ചിട്ടുണ്ടാവും. പൂജയുടെ അല്ലെങ്കിൽ യാഗങ്ങളുടെ ഓരോരോ സന്ധി എത്തുമ്പോൾ അവിടെ നിർത്തിവെച്ച് എല്ലാവർക്കും ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞ് ഉച്ചവരെയുള്ള പരിപാടി കഴിഞ്ഞു, ഇനി നമുക്ക് വൈകുന്നേരം നോക്കാം എന്നൊക്കെ പറഞ്ഞ് ലഞ്ച് ബ്രേക്കൊക്കെ പിരിയും. അപ്പോഴേക്ക് വേണ്ടി എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള വലിയ വലിയ പാത്രങ്ങളൊക്കെ അവരങ്ങോട്ട് എടുത്തു. അവരെ കൊണ്ടാവും പോലെ തലയിലോ ഒക്കത്തോ
കയ്യിൽ തൂക്കിക്കൊണ്ടോ, അല്ലെ, ബക്കറ്റ് പോലെയുള്ളതാണെങ്കിൽ അങ്ങനെ, വട്ട പോലെയുള്ളതാണെങ്കിൽ അങ്ങനെ എന്ന് പറഞ്ഞ പോലെ ഓരോന്നിനെയും അവര് തൂക്കിയെടുത്തു പാത്രത്തോടെ. വാചനൈഹി ആദായ അഭിസസ്രു പ്രിയം സർവാഹ സമുദ്രമിവ നിമ്നഗാഹ. ഖദ്യമല്ല, ഖാദ്യം. അപ്പോ അവര് സർവാഹ നിമ്നഗാഹ സമുദ്രം ഇവ പ്രിയം അഭിസസ്രുഹു. സർവാഹ എല്ലാവരും, എല്ലാ വിപ്രപത്നിമാരും നിമ്നഗാഹ സമുദ്രം ഇവ എന്ന് പറഞ്ഞു. നിമ്നകങ്ങൾ എന്നാൽ നദികൾ. ആ നദികള് എങ്ങനെയാണോ സമുദ്രത്തിലേക്ക് കുതിച്ചു പായുക, ഒഴുകുക, നദികൾക്കൊക്കെ സമുദ്രത്തെ പ്രാപിക്കാനാണ് വെമ്പൽ. ഗംഗാ നദി അല്ലെ സമുദ്രത്തിലേക്ക് വളരെ വേഗത്തിൽ കുതിച്ചു പാഞ്ഞുകൊണ്ടേയിരിക്കണം. അതിന് വഴിയിൽ എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടെങ്കിലും അതിനെയൊക്കെ അതിക്രമിച്ച് അത് കടന്നു പോകും. അപ്പോ അതുപോലെ നദികൾ സമുദ്രത്തിലേക്ക്, അവരുടെ ഭർത്താവായ സമുദ്രത്തിലേക്ക് ഒഴുകുന്നത് പോലെ നിമ്നഗാഹ സമുദ്രം ഇവ സർവാഹ അവരെല്ലാവരും പ്രിയം അഭിസസ്രുഹു. ഇവിടെ പ്രിയം എന്നാൽ പ്രിയന്റെ അടുത്തേക്ക്, അവർക്ക് പ്രിയതമനായ, അവരുടെ മനസ്സിൽ ആരാധനാമൂർത്തിയായ ആ ഭഗവാന്റെ നേർക്ക് അഭിസസ്രുഹു. ഏകവചനം അഭിസസാര, അഭിസരിച്ചു, പാഞ്ഞു എന്നൊക്കെ അർത്ഥമാണ്. ഒഴുകി. അപ്പോ ഒഴുകുകയാണ്, അവരെല്ലാം ഒഴുകുകയാണ്. ആരുടെ നേർക്ക്? പ്രിയന്റെ നേർക്ക് ഒഴുകി എന്നാണ്. അഭിസസ്രു പ്രിയം. എങ്ങനെയായിട്ടും നദികൾ ഒഴുകുമ്പോ പാറകളും അല്ലെ പലതരത്തിലുള്ള തടസ്സങ്ങളും ഒക്കെ വഴിയിലൊക്കെ ഉണ്ടാവാം. അപ്പൊ അതുപോലെ ഇവിടെയും ചില തടസ്സങ്ങളുണ്ട് ഈ നദികൾക്ക്. ഈ വിപ്രപത്നിമാരായ നദികൾ അവരുടെ പ്രിയനായ സമുദ്രസമനായ ഭഗവാനിലേക്ക് ഒഴുകുമ്പോൾ വേറെ ചില തടസ്സങ്ങൾ, ഡാമുകൾ പോലെയൊക്കെ. എന്താണ്? നിഷിദ്യമാനാ പതിഭിഹി ഭ്രാതൃബന്ധുഭിഃ സുതൈഹി. പതിഭിഹി ഭ്രാതൃഭിഹി ബന്ധുഭിഹി സുതൈഹി നിഷിദ്യമാനാ. നിഷിദ്യമാന നിഷേധിക്കപ്പെട്ടവരായിട്ട്, തടയപ്പെട്ടവരായിട്ട്. ആരാലൊക്കെ? പതികളാൽ. ചിലരുടെ ഭർത്താക്കന്മാരോടി വന്ന് തടയുന്നു. ഇത് എവിടേക്കാ പോണ, എന്താ ഇത്, പാത്രത്തോടെ എടുത്തിട്ട് പോണു, ഞങ്ങൾക്കൊക്കെ വേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞ് പലതും പറഞ്ഞ് തടയുന്നുണ്ട്. ഭ്രാതൃഭിഹി ചിലരുടെ സഹോദരന്മാർ തടയുന്നുണ്ട്. ബന്ധുഭിഹി ചിലരുടെ മറ്റു ബന്ധുക്കളാണ് വന്ന് തടയുന്നത്. സുതൈഹി ഇനി മുതിർന്ന അമ്മമാരുടെ മക്കളാണ് തടയുന്നത്. എന്ത് പറ്റി അമ്മേ, എവിടേക്കായി പോണ്? ഏതോ പിള്ളേർ, പശുക്കളെ മേയ്ക്കുന്ന പിള്ളേർ വന്ന് ഇവിടെ എന്തോ പറഞ്ഞു എന്ന് പറയുമ്പോഴേക്ക് എവിടേക്കായി ഈ ഭക്ഷണമൊക്കെ എടുത്തോണ്ട് ഓടണത് എന്ന് ചോദിച്ചോണ്ട് പലരും വന്ന് തടയുന്നുണ്ട്. പതികൾ, ഭ്രാതാക്കൾ, ബന്ധുക്കൾ, സുതന്മാർ പലരാലും നിഷിദ്യമാനാഹ. എന്നിട്ടും അവര് ഭഗവതി ഉത്തമ ശ്ലോകേ ദീർഘശ്രുത ധൃതാശയാഹ. അവരുടെ ഈ കുതിപ്പിന്റെ ഊർജം എവിടുന്നാണ്? അവരുടെ ഉള്ളിൽ നിന്നാണ്. അവരുടെ ഉള്ളിലുള്ള പ്രേമമാണ്. ആ പ്രേമമാണ് അവരുടെ എനർജി. അതാണ് ദീർഘശ്രുത ധൃതാശയാഹ. ഭഗവാനെ കുറിച്ച് ദീർഘശ്രുതം, വളരെ കാലം കേട്ടിട്ടുണ്ട്, ദീർഘകാലമായി ശ്രവിച്ച, അതുകൊണ്ട് തന്നെ ധൃത ആശയാഹ. ആശയം, അന്ധകരണം, മനസ്സ്, ബുദ്ധി മുതലായത് ഭഗവാനിൽ ധരിച്ചവരാണ്, ഉറപ്പിച്ചവരാണ്. അപ്പൊ മനസ്സും ബുദ്ധിയെല്ലാം ഭഗവാനിൽ ഉറപ്പിച്ചിരിക്കുന്നവരായിട്ടുള്ള ആണ് ഭഗവതി ഉത്തമ ശ്ലോകെ. ഉത്തമ ശ്ലോകൻ, കീർത്തനീയനായിരിക്കുന്ന ആ ഭഗവാനിൽ വളരെ കാലം ഭഗവാനെ കുറിച്ച് കേട്ട് മനസ്സൊക്കെ ഭഗവാനിൽ ഉറച്ചവരായിരുന്നു. അപ്പൊ ഭഗവാൻ എന്താ പറയുക, കയറില്ലാത്തവരെ കെട്ടി വലിക്കുകയാണ്. ഭഗവാന്റെ ആ വലിക്കുന്ന ശക്തി ഇവിടെയുള്ള ആളുകളെ എത്ര പേര് തടഞ്ഞാലും തടയാൻ ശക്തി പോരാ. ഭഗവാൻ അടുത്ത് വന്നിട്ടുണ്ട്, ഭഗവാന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നും ആ ഒരു ഇത് വന്നതോടുകൂടി അവരുടെ പ്രയോറിറ്റികളൊക്കെ മാറി. ആരൊക്കെ തടഞ്ഞാലും അവരെയൊക്കെ എന്താ പറയുക, തള്ളി മാറ്റിക്കൊണ്ടോ ഒഴിഞ്ഞു മാറിക്കൊണ്ടോ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അവിടുന്ന് രക്ഷപ്പെട്ട് ഭഗവാന്റെ അടുത്തേക്ക് എത്താനുള്ളതായിട്ടൊരു വെമ്പലാണ് അവർക്ക്. അപ്പൊ ഇവർക്കൊന്നും തടയാനുള്ള ശക്തി പോരാ എന്ന് പറയാം. അത്രയും ശക്തിയോടെയാണ് ഇവർ കുതിക്കുന്നത് എന്നർത്ഥം.
അപ്പോ ഭഗവാൻ ഇവരെ ആകർഷിക്കുകയാണ്, കാന്തം ആകർഷിക്കുന്നത് പോലെ. അങ്ങനെ അവരെല്ലാം കുതിച്ചു പായുകയാണ് പാത്രങ്ങളും ഭാജനങ്ങളിൽ ദ്രവ്യങ്ങളും അഥവാ അന്നവുമായിട്ട്. ചതുർവിധം ബഹുഗുണം അന്നമാദായ ഭാജനൈഃ അഭിസസ്രുഃ പ്രിയം സർവാഃ സമുദ്രമിവ നിമ്നഗാഃ നിഷിദ്യമാനാപതിഭിഃ ഭ്രാതൃഭിർബന്ധുഭിഃ സുതൈഃ ഭഗവത്യുത്തമ ശ്ലോകേ ദീർഘശ്രുതധൃതാശ്രയാഃ. അവരെല്ലാം ഭഗവാന്റെ അടുത്തേക്ക് ചെന്ന് ചേരുകയാണ്, ആ ഭഗവാനെ കാണുകയാണ്, ദൂരെ നിൽക്കുന്ന ഭഗവാനെ. യമുനോപവനെ അശോക നവപല്ലവ മണ്ഡിതേ വിചരന്തം വൃതം ഗോപൈഃ സാഗ്രജം ദദൃശു സ്ത്രിയഃ. യമുനോപവനെ അശോക നവപല്ലവ മണ്ഡിതേ വിചരന്തം വൃതം ഗോപൈഃ സാഗ്രജം ദദൃശു സ്ത്രിയഃ. അപ്പോ യമുനാ ഉപവനെ, ഉദ്യാനം യമുനാ നദിയുടെ തീരത്തുള്ള ഉപവനത്തിൽ വെച്ച് എങ്ങനെയുള്ളതാണ് ഉപവനം? അശോക നവപല്ലവ മണ്ഡിതേ. അശോകവൃക്ഷം, ആ അശോകവൃക്ഷത്തിന്റെ നവപല്ലവം, നല്ല ഇളം തളിരുള്ളതായിട്ടുള്ള അശോക വൃക്ഷങ്ങൾ കൊണ്ട് മണ്ഡിതമായ യമുനാ ഉപവനെ, അലങ്കൃതമായ യമുനാ തീരത്തുള്ള ഉപവനത്തിൽ, കാട്ടിൽ എന്നൊക്കെ അർത്ഥം. അപ്പോ അശോക നവപല്ലവ മണ്ഡിതേ യമുനോപവനെ ഗോപൈഃ വൃതം വിചരന്തം. ഗോപൈഃ വൃതം, ഗോപന്മാരാൽ ചുറ്റപ്പെട്ടവനായി, സാഗ്രജം, ഏട്ടനോടും കൂടെ, അഗ്രജനോടും കൂടെ, വിചരന്തം, വിചരിക്കുന്നവനായ, പശുക്കളെ മേച്ചുകൊണ്ടിങ്ങനെ വിഹരിക്കുന്നവനായിട്ടുള്ള ആ ഭഗവാനെ സ്ത്രീയഃ ദദൃശുഃ, ആ സ്ത്രീകൾ ദർശിച്ചു. അപ്പൊ ഭഗവാൻ പശുക്കളെ മേച്ചുകൊണ്ട് ഏട്ടനോടും ഗോപന്മാരോടും കൂടി ആ യമുനാ തീരത്തുള്ള ഉപവനത്തിൽ അശോക വൃക്ഷങ്ങൾ നല്ല പല്ലവങ്ങളോടുകൂടി തളിർത്ത് നിൽക്കുന്നു. അങ്ങനെയുള്ള അതിൻ്റെ ഇടയിലൂടെ സഞ്ചരിക്കുന്നതായിട്ട് ദൂരത്ത് നിന്ന് കണ്ടു. ആ ഭഗവാനെ അവരെങ്ങനെയാണോ കാണുന്നതെന്ന് ഒന്നുകൂടെ വിശദമായിട്ടൊരു ധ്യാനാത്മകമായിട്ടുള്ളൊരു ശ്ലോകം. ശ്യാമം ഹിരണ്യപരിധിം വനമല്യബർഹദാതു പ്രവാള നടവേഷമനുവ്രതാംസേ വിന്യസ്തഹസ്തമിതരേണ ധുനാനമബ്ജം കർണോത്പലാളക കപോലമുഖാബ്ജഹാസം. ശ്യാമം ഹിരണ്യപരിധിം വനമാല്യബർഹദാതു പ്രവാള നടവേഷമനുവ്രതാംസേ വിന്യസ്തഹസ്തമിതരേണ ധുനാനമബ്ജം കർണോത്പലാളക കപോലമുഖാബ്ജഹാസം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ആ വിപ്രപത്നിമാർക്ക് ഭഗവാൻ ഒരു വിശേഷ രൂപത്തില് ദർശനം കൊടുക്കുകയാണ്. വെറും ഒരു രൂപമല്ല, ഒരു ഒന്നൊന്നര രൂപമാണ്. കാണാൻ യോഗ്യമായിട്ടുള്ള ഭാവത്തിലാണ് ഭഗവാൻ നിന്ന് കൊടുക്കുന്നത്. അപ്പൊ ധ്യാനാത്മകമായിട്ടുള്ള ഒരു ശ്ലോകമാണ് ആ വിപ്രപത്നിമാർ ഭഗവാനെ ദർശിക്കുന്ന ആ രൂപം. അപ്പൊ ശ്യാമം, ഭഗവാന്റെ വർണ്ണത്തെ, ഭഗവാന്റെ ശരീരവർണ്ണം ശ്യാമം. ഹിരണ്യപരിധിം, സ്വർണം പോലെയുള്ള പരിധി എന്ന് പറഞ്ഞാൽ വസ്ത്രാദികൾ, പീതാംബരമെല്ലാം ധരിച്ചിട്ടുണ്ട്. മറ്റ് പരിധി എന്ന് പറഞ്ഞാൽ സ്വർണം കൊണ്ടുള്ളതായിട്ടുള്ള ആഭരണങ്ങളും വലുതൊക്കെ, വളകളോ തളകളോ ഒക്കെ ധരിച്ചിട്ടുണ്ടാവും. എന്തായാലും ഇവിടെ പരിധി എന്ന് പറഞ്ഞാൽ മുഖ്യമായിട്ട് പരിധീയത്തെ, ചുറ്റി ഉടുക്കുന്നത്, അത് വസ്ത്രം. അപ്പോ ഹിരണ്യപരിധിം, നല്ല പീതാംബരം ചുറ്റിയിട്ടുണ്ട്. ആള് ശ്യാമളവർണ്ണനാണ്. വനമാല്യ ബർഹദാതു പ്രവാള നടവേഷം, ഭഗവാന്റെ വേഷം ഒരു നടനെ പോലെ വേഷം കെട്ടിയിട്ടുണ്ട്. ഒരു സാധാരണ കാഷ്വൽ ആയിട്ടുള്ള ഭാവമല്ല എന്നർത്ഥം. വിശേഷ വേഷം അല്ലെ, വേഷം കെട്ടുക എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ സ്പെഷ്യലായിട്ട് സ്വയം അലങ്കരിക്കുകയാണ്, മറ്റുള്ളവർക്ക് കാണാനും എന്നും ഓർമ്മിക്കാനും. അല്ലാതെ എപ്പോഴും ഒരു അലങ്കാരവുമില്ലാതെ, തലയൊക്കെ ചറവറാന്നിട്ടുകൊണ്ട്, കഴുത്തിൽ മാലയൊന്നുമില്ലാതെ, തലയിൽ പീലിയൊന്നുമില്ലാതെ, ഒരു സാധാരണ കാഷ്വൽ
പശുക്കളെ മേയ്ക്കുന്ന ഒരു പ്രാകൃതനെ പോലെ സഞ്ചരിച്ചാൽ ആ ഭഗവാന്റെ രൂപം എപ്പോഴും ഓർമ്മിക്കാൻ പറ്റും എല്ലാവർക്കും. മറ്റ് ഗോപന്മാരുടെ കൂട്ടത്തിൽ മറഞ്ഞു പോകും, സാധാരണക്കാരനായി മാറും. അപ്പൊ സാധാരണമാവുമ്പോൾ ആർക്കും ഹൃദയത്തില് ധ്യാനിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിനാണ് ഭഗവാൻ എപ്പോഴും വിശേഷമായിട്ടുള്ള വേഷങ്ങൾ കെട്ടി നടക്കുന്നത്, എല്ലാവരുടെയും ശ്രദ്ധയിൽ പെടാൻ വേണ്ടി. നിങ്ങളൊക്കെ എന്നെ മറക്കാതിരിക്കണം, എന്നെ എപ്പോഴും ഓർമ്മിക്കണം. എങ്ങനെ ഓർമ്മിക്കണം? ഈ വിശേഷമായ ലക്ഷണങ്ങളെ കൊണ്ട് ഓർമ്മിക്കണം. എൻ്റെ ശ്രീകൃഷ്ണൻ എന്ന ഈ അവതാരത്തിന്റെ പ്രത്യേക ലക്ഷണങ്ങളാണ് ഇതെല്ലാം. ഏതൊക്കെയാണ്? വനമാല്യം. ഇപ്പോൾ വനമാല ധരിച്ചിട്ടുണ്ട്, കാട്ടിലെ പൂക്കളെ കൊണ്ട് മനോഹരമായിട്ട് മാല ധരിച്ചിട്ടുണ്ട്. വനമാല്യ ബർഹം എന്നാൽ മയിൽപീലി ചൂടിയിട്ടുണ്ട് ശിരസില്. അതുപോലെ ധാതുക്കൾ എന്ന് പറഞ്ഞാല് മനയോല മുതലായ ധാതുക്കള് എടുത്ത് ചന്ദനാദികളെ പോലെ ശരീരത്തിലൊക്കെ പലയിടത്തും ലേപനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പ്രവാളങ്ങൾ, തളിരുകൾ, ഇളം തളിരുകൾ, വൃക്ഷങ്ങളിലെ പല തളിരുകളും എടുത്ത് പല അലങ്കാരങ്ങളായിട്ട് പലയിടത്തും ചുറ്റിയിട്ടുണ്ട്. അപ്പൊ തളിരുകൾ കൊണ്ടും ആ ഒരു വിചിത്രമായിട്ടുള്ള വേഷം കൊണ്ട് ആ നടവേഷം ധരിച്ചുകൊണ്ട് നടനെ പോലെ കളിക്കാരനെ പോലെ വേഷം കെട്ടിയവനായിട്ട് ഒരു ചെറിയ രാജാവിനെ പോലെ തന്നെ തോന്നണം എപ്പോഴും. എങ്കിലേ എല്ലാവരുടെയും ശ്രദ്ധയുടെ കേന്ദ്രമായി മാറുള്ളൂ. അപ്പൊ അത് ഭഗവാന് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് വേഷം കെട്ടിയിട്ടേ നടക്കുന്നുള്ളൂ എന്നറിയാം. അപ്പൊ അങ്ങനെ നടവേഷം. അനുവ്രതാംസേ വിന്യസ്തഹസ്തം. അനുവ്രത അംസെ. അനുവ്രതൻ എന്ന് പറഞ്ഞാല് കൂടെ സഞ്ചരിക്കുന്നവൻ, കൂട്ടുകാരൻ, ഒരു ഗോപൻ. അപ്പൊ ഒരു ഗോപന്റെ അംസേ തോളില് എന്ത് ചെയ്തിട്ടുണ്ട്? വിന്യസ്തഹസ്തം, തന്റെ കൈയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഒരുത്തന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് ഒരു പോസ് ചെയ്യണം ഭഗവാൻ. വെറുതെ നിൽക്കുകയല്ല, അല്ലെങ്കിൽ ഓടിക്കളിക്കുകയല്ല. ഇവർക്ക് ദർശനം കൊടുക്കാനായിട്ടൊരു വിശേഷമായിട്ടുള്ളൊരു പോസിങ്. അപ്പോൾ അടുത്ത് നിൽക്കുന്ന കൂട്ടുകാരന്റെ തോളില് ഒന്ന് കൈയിട്ടിട്ടുണ്ട്, ഇത്തിരി ഒരു അധികാരം കാണിക്കുന്ന ഭാവത്തില്. ഈ കൂട്ടുകാരൻ എന്റെ വിധേയനാണ്, ഇവന്റെ തോളിൽ കൈയിടാനുള്ള അധികാരം എനിക്കുണ്ട്, അവൻ എന്നെ സ്നേഹപൂർവം ആദരപൂർവം അത് സ്വീകരിക്കും എന്ന് ലോകത്തിന് കാണിച്ചുകൊണ്ട് ആ കൂട്ടുകാരന്റെ തോളിൽ വിന്യസ്തഹസ്തം. പിന്നെയോ ഇതരേണ ദുനാനം അബ്ജം ദുനാനം. ഇതരേണ മറ്റേ കൈ കൊണ്ട്. അപ്പൊ ഇടത്തെ കൈയ്യ് കൂട്ടുകാരന്റെ തോളിൽ ഇട്ടുകൊണ്ടും വലത്തെ കൈയിൽ ഇതരേണ അബ്ജം ദുനാനം, ഒരു താമര പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഏതോ ഒരു പൊയ്കയിൽ നിന്ന്. എന്നിട്ട് അതിനെ ഇങ്ങനെ കറക്കുന്നുണ്ട്. ദുനാനം എന്ന് പറഞ്ഞാല് ചുഴറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ താമരയെ ചുഴറ്റിക്കൊണ്ടിരിക്കുന്നവന്. അപ്പോ ഇനി ഈ വിപ്രപത്നിമാർ മറക്കുമോ? അവരുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പോകുന്നില്ല. അതുപോലെയുള്ള ഒരു മനോഹര രൂപമാണ് ഭഗവാൻ അവർക്ക് ദർശനം കൊടുത്തത്. അപ്പൊ കൂട്ടുകാരന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് ഒരു പോസ്, ഒന്ന് വേണമെങ്കിൽ കാല് അല്ലേ ത്രിഭംഗി ലളിതാകൃതിയായിട്ട് ഒന്ന് കാല് പിണച്ചു വെച്ചിട്ടൊക്കെ ആയിരിക്കും ഒരു നിൽപ്പ്, ഒരു 1.5 നിൽപ്പായിരിക്കും. താമരപ്പൂവും ചുഴറ്റിക്കൊണ്ട് വരൂ വരൂ വരൂ, ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു, വിശന്നിട്ട് വയ്യ എന്നൊക്കെയുള്ള മട്ടിലും നിങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വരെ വന്നത് എന്നുള്ളതായിട്ടുള്ള ഭാവമൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് അമ്മമാർക്ക്, വിപ്രപത്നിമാർക്ക് സന്തോഷം നൽകുന്നതായിട്ടുള്ള ഒരു അത്ഭുതമായിട്ടുള്ള ഭാവം. അങ്ങനെ ദുനാനം അബ്ജം. പിന്നെയോ കർണോൽപലാളക കപോല മുഖാബ്ജഹാസം. ഭഗവാന്റെ മുഖാബ്ജം, ഭഗവാന്റെ മുഖമാകുന്ന കമലം, അതിൽ ഹാസമുണ്ട്, മന്ദഹാസമുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഭഗവാന്റെ മുഖത്ത്? കർണോൽപലം, കർണങ്ങളിൽ, കാതുകളിൽ നീലത്താമര അലങ്കാരമായി കൊടക്കെടുക്കൻ ജിമിക്കിയായിട്ട് തൂക്കിയിട്ടുണ്ട്. അതാണ് അതിന് ഇങ്ങനെ ചെവിയില് പൂവയ്ക്കും പോലെ വെച്ചിട്ടുണ്ടോ, എന്തായാലും ഒരു താമര ചെവിയിലുണ്ട്. അതാണ് കർണോത്പലം. അളക കപോല മുഖം. അളക കപോലം, അളകം എന്ന് പറഞ്ഞാല് കുറുനിരകള്, അത് കപോലത്തിലേക്കൊക്കെ ഞാന്ന് കിടക്കുന്നുണ്ട്. കവിളത്തേക്കും മുഖത്തേക്കും ഒക്കെ ഈ കാറ്റത്ത് നടക്കില്ലേ, പാറിപ്പറക്കുകയാണ് ഭഗവാന്റെ മുടികളെല്ലാം. അതെല്ലാം മുഖമാകുന്ന കമലത്തിലേക്ക് വന്ന് പാറിപ്പറക്കുന്നുണ്ട് വണ്ടുകളെ പോലെ.
അപ്പൊ അങ്ങനെയുള്ള കർണോത്പല അളക കപോല മുഖ അബ്ജഹാസം, മുഖാബ്ജഹാസം, മുഖ കമലത്തിൽ നിന്നുള്ള ഹാസത്തോടുകൂടി, മുഖാബ്ജം മുഖകമലം, അതിൽ നിന്ന് ഹാസം പ്രസരിപ്പിച്ചുകൊണ്ട്, ഒരു എന്താ പറയുക, ചന്ദ്രൻ നിലാവ് പൊഴിക്കും പോലെ മന്ദഹാസം പൊഴിച്ചുകൊണ്ട് തൻ്റെ അടുത്തേക്ക് വരുന്നതായിട്ടുള്ള ആ വിപ്രപത്നികളെ അനുഗ്രഹിക്കാനായിട്ട് ഭഗവാൻ ദർശനം കൊടുക്കുന്ന അതിമനോഹരമായിട്ടുള്ള രൂപം. ശ്യാമം ഹിരണ്യപരിധിംബനമാല്യബർഹധാതു പ്രഭാള നടവേഷമനുവ്രതാംസം അനുവ്രതാംസേ വിന്യസ്തഹസ്തം ഇതരേണ ധുനാനമബ്ജം കർണോത്പലാളക കപോല മുഖാബ്ജഹാസം. പ്രായശ്രുത പ്രിയതമോദയ കർണപൂരൈഃ യസ്മിൻ നിമഗ്ന മനസസ്തത്തമധാക്ഷിരന്ധ്രൈഃ അന്തഃ പ്രവേശ്യ സുചിരം പരിരഭ്യതാപം പ്രാജ്ഞം യദാ വിമതയോ വിജഹുർനരേന്ദ്ര. പ്രായ ശ്രുതപ്രിയതമോദയ കർണപൂരൈഃ യസ്മിൻ നിമഗ്ന മനസസ്തമദാക്ഷിരന്ധ്രൈഃ അന്തഃ പ്രവേശ്യ സുചിരം പരിരഭ്യതാപം പ്രാജ്ഞം യദാ വിമതയോ വിജഹുർനരേന്ദ്ര. നരേന്ദ്ര, പരീക്ഷിത്ത് രാജാവിനെ ശ്രീശുക ബ്രഹ്മർഷി സംബോധന ചെയ്യണം. അല്ലയോ നരേന്ദ്ര രാജാവേ, കേൾക്കൂ. ആ അമ്മമാര് ഇതുവരെ ഭഗവാനെ കുറിച്ച് അവരുടെ ചെവിയിലൂടെ കേട്ടിട്ടേ ഉള്ളൂ. ഭഗവാന്റെ കഥകള്, അത്ഭുതങ്ങളായ ലീലകളൊക്കെ ചെവിയിലൂടെ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. അതിന് പ്രായ ശ്രുത പ്രിയതമോദയ കർണപൂരൈഃ യസ്മിൻ നിമഗ്ന മനസഃ. യസ്മിൻ, ഏതൊരു ഭഗവാനിൽ നിമഗ്ന മനസഃ, മുഴുകിയ മനസ്സോടുകൂടിയവരാണ്. അപ്പൊ എന്തുകൊണ്ടാണ് പ്രായ എന്ന് പറഞ്ഞാൽ പ്രായേണ, ധാരാളമായിട്ട് എന്നർത്ഥമാണ്. ധാരാളമായിട്ട് ബഹുവാരം ശ്രുത പ്രിയതമ ഉദയ കർണപൂരൈഃ, ശ്രുതം കേട്ടിട്ടുണ്ട്. എന്താ കേട്ടിരിക്കുന്നത്? പ്രിയതമനായ ഭഗവാന്റെ ഉദയം. ഉദയം എന്ന് പറഞ്ഞാൽ ഉത്കർഷങ്ങളാകുന്ന. ഇവിടെ കർണപൂരം എന്ന് പറഞ്ഞാൽ ഇവരുടെ കർണാഭരണങ്ങൾ. എന്താ ഇവരുടെ കർണാഭരണങ്ങൾ എന്ന് പറഞ്ഞത്? ഇവരുടെ കർണങ്ങൾ ആഭരണങ്ങൾ തന്നെ ഏറ്റവും ശോഭിക്കുന്നവയാണ്. എന്തുകൊണ്ട്? ഈ കർണങ്ങൾക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടിയിട്ടുണ്ട്. ഭഗവാന്റെ കഥകളാണ് കേൾക്കേണ്ടത്. അപ്പൊ ഭഗവാന്റെ കഥകളെ ചെവിയിലൂടെ, കർണദ്വാരങ്ങളിലൂടെ നല്ലതുപോലെ കേട്ടിരിക്കുന്ന ഭഗവാന്റെ ഉദയങ്ങളെക്കുറിച്ച്, ഭഗവാന്റെ ഉത്കർഷങ്ങളെക്കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട്. അങ്ങനെ പ്രായേണ ശ്രുത പ്രിയതമ ഉദയ കർണപൂരൈഃ യസ്മിൻ നിമഗ്ന മനസഃ, ഏതൊരു ഭഗവാനിൽ ഉറച്ച നിമഗ്നമായ മുഴുകിയ മനസ്സോടുകൂടിയവരാണോ അവരിപ്പോ ഇതുവരയ്ക്ക് കർണപൂരങ്ങളിലൂടെ ഭഗവാനെ കുറിച്ച് കേട്ടിരുന്നു. ഇപ്പൊ വേറെ 2 രന്ധ്രങ്ങളിലൂടെ ഭഗവാനെ കാണുകയാണ്. അതാണ് അത് അക്ഷിരന്ധ്രൈഃ. അനന്തരം ഇപ്പൊ ഇതാ അക്ഷിരന്ധ്രങ്ങൾ, അക്ഷി കണ്ണുകളാകുന്ന ദ്വാരങ്ങളിലൂടെ. അപ്പൊ ഇതുവരെ കർണപൂരം എന്നതുകൊണ്ട് ചെവിയിലെ ദ്വാരം, ചെവിയിലെ ദ്വാരങ്ങളിലൂടെ ഭഗവാൻ ധാരാളം ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഭഗവാന്റെ കഥകൾ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അങ്ങനെ ഭഗവാനിൽ മനസ്സ് ഉറച്ചവരാണ്. ഇപ്പതാ കണ്ണുകളും ധന്യമാകുന്നു. അതാണ് അത് തം അക്ഷിരന്ധ്രൈഃ അന്തഃ പ്രവേശ്യ. അക്ഷിരന്ധ്രങ്ങളെ കൊണ്ട് 2 കണ്ണുകളാകുന്ന ദ്വാരങ്ങളിലൂടെ ഭഗവാനെ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചു. അന്തഃ പ്രവേശ്യ, ഹൃദയത്തിലേക്ക് അങ്ങോട്ട് ആവഹിച്ചെടുത്തു. ആവഹിക്കാൻ പറ്റിയ രൂപമല്ലേ മുമ്പിൽ കാണുന്നത്? ആ ധ്യാനാത്മകമായ രൂപത്തെ വർണ്ണിച്ചില്ലേ? ആ രൂപത്തെ അങ്ങനെ അവർ ഉള്ളിലേക്ക് എടുത്തു. അങ്ങനെ അക്ഷിരന്ധ്രൈഃ അന്തഃ പ്രവേശ്യ അവര് അഭിമതയഃ പ്രാജ്ഞം യഥാ സുചിരം പരിരഭ്യ താപം വിജഹുഹു അർത്ഥം. ഇവിടെ അഭിമതയഃ പ്രാജ്ഞം യഥാ, അങ്ങനെ അർത്ഥങ്ങൾ പലത് പറയാം. അഭിമതികൾ എന്ന് പറഞ്ഞാൽ ബന്ധുക്കൾ, പ്രാജ്ഞൻ എന്ന് പറഞ്ഞാൽ അറിവുള്ള ബന്ധു,
അവർക്ക് വേണ്ടപ്പെട്ടവൻ എന്നൊക്കെ അർത്ഥത്തിലും എടുക്കാം. ഒരു ബന്ധുവിനെ കാണുമ്പോൾ, പ്രിയപ്പെട്ട ബന്ധുക്കളെ കാണുമ്പോൾ എങ്ങനെ ആലിംഗനം ചെയ്യുമോ അതുപോലെ എന്ന് പറയാം. എന്നാൽ ഇവിടെ വേറൊരു സൂക്ഷ്മമായിട്ടുള്ള അർത്ഥമാണ് അഭിമതയ പ്രാജ്ഞം യഥ. അഭിമതികൾ എന്ന് പറഞ്ഞാൽ അഹംഭാവങ്ങളാണ്, അഹംവൃത്തികളാണ്. ആ അഹംവൃത്തികൾ പ്രാജ്ഞം യഥ. പ്രാജ്ഞൻ എന്ന് പറഞ്ഞാല് സുഷുപ്തിയെ അനുഭവിക്കുന്ന ജീവാത്മാവിന്റെ പേരാണ് പ്രാജ്ഞൻ. സുഷുപ്തി അഭിമാനി ജീവ. ജാഗ്രത്തിനെ അഭിമാനിക്കുന്ന ജീവനെ വിശ്വനെന്നും, സ്വപ്നത്തിൽ അഭിമാനിക്കുന്ന ജീവനെ തൈജസനെന്നും, സുഷുപ്തിയിൽ ഞാനൊന്നും അറിഞ്ഞില്ല സുഖമായി ഉറങ്ങി എന്ന് പറയുന്നവൻ, അവനാണ് പ്രാജ്ഞൻ. അപ്പോ ആ ഒരു സുഷുപ്തി സാക്ഷിയായിരിക്കുന്ന ആത്മാവിനെ അഭിമാനങ്ങൾ, അഭിമാന വൃത്തികൾ എന്ന പോലെ സുചിരം പരിരഭ്യ താപം വിജഹു. സുചിരം വളരെ നേരം പരിരഭ്യ ആലിംഗനം ചെയ്ത് പരിരംഭണം ചെയ്ത് അവര് താപം വിജഹു, അവരുടെ ഉള്ളിലുള്ള താപത്തെ, ഇതുവരെ കാണാതിരുന്ന വിരഹതാപം, കാണാൻ കിട്ടാതിരുന്നപ്പോൾ ഒരു താപം ഉണ്ടായിരുന്നു, ഇപ്പോൾ കണ്ണുകൊണ്ട് കണ്ടതോട് കൂടിയിട്ട് അവരുടെ താപത്തെ അവർ ഉപേക്ഷിച്ചു. വിശേഷേണ ജഹിച്ചു, ഉപേക്ഷിച്ചു, വിജഹു എന്നർത്ഥം. അപ്പൊ എങ്ങനെയാണോ സുഷുപ്തി സമയത്ത് നമ്മുടെ എല്ലാ അഭിമാന വൃത്തികളും ആ പ്രാജ്ഞനിൽ ലയിക്കും, സുഷുപ്തി സാക്ഷിയായ ആ ചൈതന്യത്തിലേക്ക് എല്ലാ അഭിമാനങ്ങളും എല്ലാ വൃത്തികളും ലയിക്കും. അപ്പൊ എന്താണ് അനുഭവം? എല്ലാ അഭിമാനവും ലയിക്കുമ്പോഴേ നമ്മൾ സുഷുപ്തിയിലാവുള്ളൂ. ആ സുഷുപ്തിയിലായാൽ പിന്നെ ഉള്ളത് സുഖം മാത്രമാണ്. സുഷുപ്തിയിൽ നമ്മൾ എല്ലാ ദുഃഖങ്ങളും മറക്കുന്നു, സുഖം മാത്രമാണ് അവിടുത്തെ അനുഭവം. കാരണം അവിടെ വേറെ ഒരു തരത്തിലുള്ള അഭിമാനവുമില്ല. ഈ അഭിമാനത്തിൽ നിന്നാണ് ദുഃഖങ്ങളെല്ലാം ഉണ്ടാവുന്നത്. ഏത് അഭിമാനം ഉറങ്ങാതിരിക്കുന്നുവോ ആ അഭിമാനത്തെ സംബന്ധിച്ച് ദുഃഖം ഉണ്ടാവും. നമ്മള് പകല് നമ്മുടെ ഏതെങ്കിലും ഒരു അഭിമാനത്തിന് വല്ലാതെ മുറിവേറ്റിട്ടുണ്ടെങ്കിൽ ആ അഭിമാനം അതിന് ഉറക്കം വരില്ല. ബാക്കിയുള്ള എല്ലാ ഭാവങ്ങളും ഉറങ്ങിയിട്ടുണ്ടാവും. പക്ഷെ ഈ ഒരു അഭിമാനം മുറിവേറ്റിട്ട് ഹേർട്ടായിട്ട് അത് തന്നെ ചിന്തിച്ച് ദുഃഖമോ പ്രതികാരഭാവമോ ഒക്കെ ആയിട്ട് ആകെ അസ്വസ്ഥരായിട്ടിരിക്കും. അപ്പൊ ആ അഭിമാനം ഉള്ളപ്പോ സുഖമുണ്ടോ? അപ്പൊ അഭിമാനം ലയിച്ചാൽ മാത്രമേ സുഖമുള്ളൂ. അപ്പൊ രാത്രിയില് സുഷുപ്തിയില് എല്ലാ അഭിമാന വൃത്തികളും അടങ്ങി നമ്മൾ സുഖമായി ഉറങ്ങി എന്ന് പറയും. അഭിമാന വൃത്തികൾ അടങ്ങിയാലേ സുഖമായി ഉറങ്ങാൻ പറ്റുള്ളൂ. അഭിമാനം ശേഷിക്കുന്നത് വരെ സുഖമില്ല, അസ്വസ്ഥതകളാണ്. കിടന്നു ഉറങ്ങിയില്ല, അല്ലേ? അസ്വസ്ഥരായി ഉരുണ്ടും പരണ്ടും കിടന്നു, പക്ഷെ ഉറങ്ങിയില്ല. ഉറങ്ങണമെങ്കിൽ അഭിമാനം ഇല്ലാതെയാവണം. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പ്രാജ്ഞം അഭിമതയ യഥ. അഭിമതയ പ്രാജ്ഞം യഥ. അഭിമാനവൃത്തികൾ പ്രാജ്ഞനെ എന്ന പോലെ ഉറങ്ങുന്നവനെ, ആ പ്രാജ്ഞനായ ഉറങ്ങുന്ന ജീവാത്മാവിനെ അഭിമാനമെല്ലാം ചെന്ന് ലയിച്ചു ചേർന്ന് സുചിരം പരിരംഭണം ചെയ്ത് വളരെ കാലം ചേർന്ന് ആലിംഗനം ചെയ്ത് എല്ലാ താപത്തെയും ഉപേക്ഷിക്കുന്നത് പോലെ പ്രാപിക്കേണ്ട ഭഗവാനെ പ്രാപിച്ചപ്പോൾ ഇവരുടെ ഉള്ളിലുള്ള താപമെല്ലാം അകന്നു. ഈ വിപ്രപത്നിമാരെല്ലാം വളരെ ആനന്ദം അനുഭവിക്കുന്നവരായി, ആശ്വസിക്കുന്നവരായി, ഭഗവാനെ കാണണം കാണണം എന്ന് അവരുടെ അന്തരാത്മാവ് കൊതിച്ചു കൊണ്ടിരുന്നു. ആ കൊതിപ്പ് അടങ്ങി. അപ്പോ പരമഹംസന്മാർ അനുഭവിച്ച ഒരു സമാധി അനുഭവം ഈ വിപ്രപത്നിമാർക്ക് കുറച്ചു നേരത്തേക്ക് ഉണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം. ഈ സുഷുപ്തിയോട് ഉപമിച്ചിരിക്കുന്നതുകൊണ്ട് ഇവർ ഉറങ്ങിയിട്ടില്ല. ഇവരിപ്പോ കണ്ണു തുറന്ന് ഭഗവാനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോ ഉറങ്ങിയവന്റെ സുഖം ഉണർന്നിരിക്കുമ്പോൾ ആരനുഭവിക്കുന്നുവോ, അഹങ്കാരമില്ലാതെ ഈ ലോകത്തെ സന്തോഷമായിട്ട് അനുഭവിക്കാൻ കഴിയുന്നതാണ് സമാധി. എല്ലാ അഭിമാനവും അടങ്ങി ഒരു അഭിമാനവൃത്തിയും ഇല്ലാതെ ഈ ലോകത്തെ കാണുന്നുണ്ട്,
പക്ഷെ ഈ ലോകം തനിക്ക് ദുഃഖം തരുന്നില്ല. എന്ത് കണ്ടാലും ആനന്ദം. അതാണ് സമാധി. അപ്പോൾ ഇവിടെ ഒരു സമാധി അനുഭവമാണ് ഇവർക്കുണ്ടാകുന്നത് എന്നറിയാം. അപ്പോൾ ഇവര് താപത്തെ വെടിഞ്ഞു എന്നുള്ളതിനാണ് ഇവിടെ സുഷുപ്തിയിലെ പ്രാജ്ഞനിൽ എല്ലാ അഹംവൃത്തികളും ഒടുങ്ങുമ്പോൾ എന്ന് ഉപമിച്ചതും. അവർക്ക് തൽക്കാലം ഒരു ദുഃഖവും ഇല്ല. അങ്ങനെ താസ്തദാ ത്യക്ത സർവാശാഃ പ്രാപ്ത ആത്മദിദൃക്ഷയാ വിജ്ഞായാഖില ദൃഗ്ദ്രഷ്ടാ പ്രാഹ പ്രഹസിതാനനഃ. താസ്തദാ ത്യക്ത സർവാശാഃ പ്രാപ്ത ആത്മദിദൃക്ഷയാ വിജ്ഞായാഖില ദൃഗ്ദ്രഷ്ടാ പ്രാഹ പ്രഹസിതാനനഃ. താഹ തദാ ത്യക്ത സർവാശാഃ പ്രാപ്ത ആത്മദിദൃക്ഷയാ വിജ്ഞായ. അപ്പോ താഹ അവരെ, ആ വന്നു ചേർന്നിരിക്കുന്ന അമ്മമാരെ, തദാ അപ്രകാരം, ത്യക്ത സർവാശാഃ അവരിപ്പോ എല്ലാ ആശകളെയും ത്യജിച്ചിട്ടാ വന്നിരിക്കുന്നത്. അവർക്കിപ്പോ ഒരു ആശാപാശവുമില്ല. അവരുടെ ഭർത്താക്കന്മാരോടോ ബന്ധുക്കളോടോ സഹോദരന്മാരോടോ മക്കളോടോ പോലും ഒരു പാശവുമില്ല. അവരെയൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ തെക്ത സർവാശാഃ, എല്ലാ ആശകളും. ഇനിയിപ്പോ ഭർത്താക്കന്മാര് സ്വർഗപ്രാപ്തിക്കായിക്കൊണ്ട് ചെയ്യുന്ന യാഗം, അതിൽ ഞങ്ങൾ പങ്കെടുക്കാതിരുന്നാൽ ഞങ്ങൾക്ക് എങ്ങനെ സ്വർഗം കിട്ടും? അപ്പൊ സ്വർഗത്തിലും അവർക്ക് ആശയില്ല. ആ സ്വർഗചിന്തയും അവർക്കില്ല എന്നർത്ഥം. എന്തുകൊണ്ട്? ഭഗവാനെയാണ് അവർ വരിച്ചിരിക്കുന്നത്. അവരുടെ മനസ്സ് നിറച്ച് ഭഗവാനാണ്. അതുകൊണ്ട് ഭർത്താക്കന്മാർക്കുള്ള പ്രാന്തൊന്നും ഇവർക്കില്ല. അതുകൊണ്ട് തെക്ത സർവാശാഃ, എല്ലാ ആശകളെയും ത്യജിച്ചവരായിട്ട്, ആത്മദിദൃക്ഷയാ പ്രാപ്താഃ താഃ. ഇവിടെ ഭഗവാൻ കാണുകയാണ് ആത്മദിദൃക്ഷയാ. ആത്മദിദൃക്ഷ ആത്മാനം ദർശിതും ദ്രഷ്ടും ഇച്ഛ. തന്നെ കാണാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് അവർ വന്നിരിക്കുന്നത്. തന്നെ ദർശിക്കാൻ വേണ്ടി വന്നവരാണ് ഈ അമ്മമാര് എന്ന് ഭഗവാൻ അറിയാം. അതാണ് ആത്മദിദൃക്ഷയാ പ്രാപ്താഹ. തന്നെ ദർശിക്കുവാൻ കൊതിച്ചുകൊണ്ട് വന്ന താഹ അവരെ അഖില ദൃഗ്ദ്രഷ്ടാ വിജ്ഞായ. അഖില ദൃഗ്ദ്രഷ്ട, അഖില ദൃക്ക് എന്ന് പറഞ്ഞാൽ സമസ്ത ബുദ്ധിക്കും സാക്ഷിയായിരിക്കുന്നവൻ, എല്ലാവരുടെ ഉള്ളിലും അന്തര്യാമിയായി എല്ലാം കാണുന്നവൻ, സകല ചിത്തവൃത്തികളെയും പ്രകാശിപ്പിക്കുന്നവൻ ആത്മാ. അപ്പൊ ബുദ്ധിസാക്ഷിയായിരിക്കുന്ന ഭഗവാൻ വിജ്ഞായ, മനസ്സിലാക്കിയിട്ട് അറിഞ്ഞിട്ട്, പ്രഹസിതാനനഃ പ്രാഹ. പ്രഹസിതാനനഃ പുഞ്ചിരിയോടുകൂടിയവനായിട്ട് മന്ദഹാസത്തോടുകൂടി ആ അമ്മമാരോട് പ്രാഹ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഇവരെല്ലാം തന്നെ കാണാൻ വന്നിരിക്കുന്നവരാണ് എന്ന് സർവസാക്ഷിയായ ഭഗവാൻ അറിഞ്ഞ് അവരോട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. സ്വാഗതം വോ മഹാഭാഗാഃ ആസ്യതാം കരവാമ കിം യന്നോതിദൃക്ഷയാ പ്രാപ്ത ഉപപന്നമിദം ഹി വഃ. സ്വാഗതം വോ മഹാഭാഗാഃ ആസ്യതാം കരവാമ കിം യന്നോതിദൃക്ഷയാ പ്രാപ്ത ഉപപന്നമിദം ഹി വഃ. ആ അമ്മമാരെ സംബോധന മഹാഭാഗാഃ, അല്ലയോ മഹാപുണ്യശാലികളെ, ഭാഗ്യശാലികളെ, ശാലിനികളെ, സ്ത്രീലിംഗം. അപ്പോ ഭാഗ്യശാലിനികളെ, പുണ്യശാലിനികളെ. പുണ്യം ചെയ്താലേ ഭാഗ്യം ഉണ്ടാവുള്ളൂ. പുണ്യമാണ് ഭാഗ്യത്തിന്റെ കാരണം. അപ്പൊ മഹാഭാഗാഃ എന്ന് പറഞ്ഞാൽ പുണ്യാത്മാക്കളെ എന്ന് തന്നെയാണ്. വഹ സ്വാഗതം, നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾ വന്നത് നന്നായി, എനിക്ക് സന്തോഷമായി, ഉത്തമമായി. നിങ്ങൾ വന്നത് നല്ല വരവായിരുന്നു. സുആഗതമാണ് സ്വാഗതം. അപ്പൊ നിങ്ങൾ വന്നത് ഉത്തമം, വന്നത് ഉത്തമം എന്ന് പറയുന്നതാണ് സ്വാഗതം. ഹാവു, നിങ്ങൾ വന്നുല്ലോ, സന്തോഷം എന്ന് പറയുന്നതാണ് സ്വാഗതം. ആസ്യതാം, എല്ലാവരും ഇരിക്കൂ, എല്ലാവരോടും ഇരിക്കാൻ പറയണം. ആസ്യത, നിങ്ങൾ ഓടി വന്നതല്ലേ, ക്ഷീണിച്ചില്ലേ? പാത്രങ്ങളൊക്കെ ചുമന്നുകൊണ്ട് വന്ന ക്ഷീണം വേറെയുണ്ട്. അപ്പൊ ഇരിക്കൂ. ആസ്യതാം കരവാമ കിം, കിം കരവാമ,
എന്താണ് ഞാൻ നിങ്ങൾക്ക് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള മട്ടിലാണ് ചോദിക്കുന്നത്. ഞാൻ കരവാണി അല്ല. അഹം കിം കരവാണി എന്ന് ചോദിച്ചാൽ ഏകവചനം. കരവാമ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഗോപന്മാര് നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്? അപ്പൊ ഏകവചനത്തിലല്ല, എല്ലാവരും കൂടി, ബലരാമനെയും കൂട്ടി മറ്റുള്ളവരും കൂട്ടി. കിം കരവാമ, ഞങ്ങൾ എന്താ ചെയ്തു തരേണ്ടത്? നഹ ദിദൃക്ഷയാ പ്രാപ്താഹ ഇതി യത് ഇദം വഹ ഉപപന്നം. നഹ നഹ അസ്മാകം, ഞങ്ങളെ ദിദൃക്ഷയാ ദർശിക്കുവാനുള്ള ഇച്ഛ കൊണ്ട്, കാണാൻ ആഗ്രഹിച്ചുകൊണ്ട്, പ്രാപ്താഹ ഇതി യത് പ്രാപ്തരായി എന്നുള്ളത്, യാതൊന്നോ ഇതം വഹ ഉപപന്നം, അത് നിങ്ങൾക്ക് ഉപപന്നമായിട്ടുള്ള കാര്യമാണ്, യുക്തമായ കാര്യമാണ്. അപ്പോ എന്നെ കാണാൻ നിങ്ങൾക്ക് തോന്നിയത് തന്നെ നിങ്ങളുടെ പുണ്യമാണ് എന്ന് പറയാതെ പറയണം. മഹാഭാഗാഹ എന്നുള്ള സംബോധന കൊണ്ട്, അല്ലയോ പുണ്യവതികളെ എന്ന് വിളിച്ചു. എന്താണ് അവരുടെ പുണ്യം? ഭഗവാനെ കാണണം തോന്നിയത് തന്നെയാ പുണ്യം. പക്ഷെ അതല്ല ഭഗവാൻ പറയുന്നത്, നിങ്ങൾ ഓൾറെഡി പുണ്യശാലിനികളാണ്. നിങ്ങളിവിടെ വന്നതും ഉത്തമം, എന്നെ കാണണം, ഞങ്ങളെ കാണണം എന്ന് ആഗ്രഹിച്ചതും അത് അത്യുത്തമം. അപ്പൊ ഇനിയിപ്പോ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എന്താണ് ചെയ്തു തരേണ്ടത് എന്ന് ഭഗവാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. നന്വദ്ധാമയി കുർവന്തി കുശലാസ്വാർത്ഥ ദർശനാഹ അഹൈദുക്യവ്യവഹിതാം ഭക്തിമാത്മപ്രിയേ യഥാം. നന്വദ്ധാമയി കുർവന്തി കുശലാസ്വാർത്ഥ ദർശനാഹ അഹൈദുക്യവ്യവഹിതാം ഭക്തിം ആത്മപ്രിയേ യഥാം. ഇപ്പൊ ഭഗവാൻ ഈശ്വരഭാവത്തിൽ തന്നെ പറയുന്നു, നനു സ്വാർത്ഥദർശനാഹ കുശലാഹ ആത്മപ്രിയേ മയി അഹൈദുകീ അവ്യവഹിതാം ഭക്തിം യഥാ കുർവന്തി. നിങ്ങള് ഉത്തമമായ ഭക്തിയാണ് എന്റെ നേരെ കാണിക്കുന്നത്. അതാണ് നനു സ്വാർത്ഥദർശനാഹ. ഇവിടെ സ്വാർത്ഥദർശനാഹ എന്നുള്ളതുകൊണ്ട് സ്വ അർത്ഥദർശനാഹ, സ്വകീയമായ അർത്ഥം. ഇവിടെ അർത്ഥശബ്ദത്തിന് പുരുഷാർത്ഥം. അപ്പൊ അവനവന്റെ പുരുഷാർത്ഥത്തെ ദർശിക്കുന്നവർ, പുരുഷാർത്ഥത്തെ അന്വേഷിക്കുന്നവർ, മോക്ഷമെന്ന പരമപുരുഷാർത്ഥത്തെ ആഗ്രഹിക്കുന്നവർ എന്നർത്ഥമാണ് സ്വാർത്ഥദർശനാഹ. കുശലാഹ, കുശലന്മാർ, അവര് അതിസമർത്ഥരാണ്, അവർക്ക് വിവേകമുണ്ട്, അവർക്ക് ജീവിത ലക്ഷ്യമെന്താണെന്ന് വകതിരിവുണ്ട്, അതിനുവേണ്ടി പ്രയത്നിക്കാനുള്ള സാമർഥ്യമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അവർ കുശലന്മാര്. അപ്പൊ പരമപുരുഷാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നവരും അതിനുള്ള സമർത്ഥരായിരിക്കുന്നവരും കുശലന്മാരുമായിരിക്കുന്നവർ ആത്മപ്രിയേ മയി, ആത്മാവായും പ്രിയനായും ഇരിക്കുന്ന മയി എന്നിൽ. എല്ലാവരുടെയും ആത്മാവും പ്രിയനും ഞാൻ തന്നെയാണ്. അങ്ങനെയുള്ള എന്റെ നേർക്ക് അഹൈദുക്യവ്യവഹിതാം ഭക്തിം യഥാ കുർവന്തി. അഹൈദുകി എന്ന് പറഞ്ഞാൽ ഹേതു കൂടാതെ, കാരണമില്ലാതെ എന്തെങ്കിലും ഭഗവാനിൽ നിന്ന് കിട്ടണം എന്നുള്ള കാരണമില്ല, ഒരു കണ്ടീഷനുമില്ല, അൺകണ്ടീഷണൽ, ഒരു തരത്തിലുള്ള എക്സ്പെക്ടേഷനും ഇല്ല ഭഗവാനിൽ നിന്ന്, ഒരു ഹേതുവുമില്ല. അതാണ് അഹൈദുകി. ഒന്നിനും വേണ്ടിയല്ല, അനന്യഭക്തി, ഭഗവാനിൽ നിന്ന് അന്യമായിട്ടൊന്നും വേണ്ട എന്നുള്ള ഭക്തി. അഹൈദുകി അവ്യവഹിത. അവ്യവഹിത വ്യവഹിതമല്ലാത്തത്, മറവില്ലാത്തത്, തടസ്സമില്ലാത്തത് എന്നൊക്കെ അർത്ഥം. നിരന്തരമായത്, ഒരു അകലവുമില്ലാത്തത്, ഇടതടവില്ലാത്തത്, എപ്പോഴുമുള്ളത്, എപ്പോഴും എവിടെ പോയാലും ഭഗവാന്റെ നേരെ യാതൊരു കാരണവും കൂടാതെ ഉണ്ടാകുന്നതായിട്ടുള്ള പ്രേമം. അതാണ് അഹൈദുകി അവ്യവഹിതാം ഭക്തി. അങ്ങനെയുള്ള ഭക്തിം യഥാ കുർവന്തി. അപ്പോ എപ്രകാരമാണ് ചെയ്യുന്നത്? ഇപ്പൊ നിങ്ങളെ പോലെയുള്ളവര് എന്നിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് ഭഗവാൻ പറയുന്നതിന്റെ താല്പര്യം. അപ്പോ നിങ്ങള് സ്വാർത്ഥ ദർശനം ഉള്ളവരാണ്, അഥവാ പുരുഷാർത്ഥത്തിൽ ദർശനമുള്ളവരാണ്. വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല നിങ്ങൾ എന്നെ ഭജിക്കുന്നത്, എന്റെ നേരെ ഭക്തി കാണിക്കുന്നത്.
ഒരു കാരണവും കൂടാതെ എൻ്റെ നേരെ ഭക്തിയെ ചെയ്യുന്നു. പ്രാണബുദ്ധി മനസ്വാത്മധാരാപത്യധനാദയ യത് സമ്പർക്കാത് പ്രിയാ ആസൻ തദക്കോന്വപരക്രിയഃ പ്രിയഃ. പ്രാണബുദ്ധി മനസ്വാത്മധാരാപത്യധനാദയ യത് സമ്പർക്കാത് പ്രിയാ ആസൻ തദഃ കോന്വപരഃ പ്രിയഃ. അപ്പോ ബാക്കി ഈ ലോകത്തിലുള്ളതെല്ലാം നമുക്ക് പ്രിയമാകുന്നത് എപ്പോഴാണ്? ആത്മാവുള്ളപ്പോഴേ ഉള്ളൂ. ഈ ആത്മസ്വരൂപമായിരിക്കുന്ന ഭഗവാൻ നമ്മളിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ എന്തിനോടെങ്കിലും പ്രിയം ശേഷിക്കുമോ? അപ്പൊ ഈ പറഞ്ഞ വിലപ്പിടിച്ചതാണ് എല്ലാം, അല്ലേ? സാധാരണക്കാർക്ക് എന്താ പറയുക, ശരീരാഭിമാനികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് അവരവരുടെ പ്രാണൻ, അവരുടെ ബുദ്ധി അഥവാ മനസ്സ്, ബുദ്ധി, മനഃ. സ്വാത്മധാരാപത്യധനാദയ, സ്വാത്മ എന്ന് പറഞ്ഞാൽ അവനവന്റെ ശരീരം, അതുപോലെ ധാര എന്ന് പറഞ്ഞാൽ ഭാര്യമാര്, അതുപോലെ അപത്യം മക്കള്, സന്താനങ്ങള്, ധനാദികള്, ധനം, ഗൃഹം, വാഹനാദികള്, സ്ഥാനമാനാദികള് എല്ലാം തന്നെ. അപ്പൊ എല്ലാവർക്കും പ്രിയാഹ ആസന്ന്, പ്രിയങ്ങളായി ഭവിക്കുന്നു. തതഃ പ്രിയഃ. അപ്പൊ ഇതെല്ലാം സാധാരണക്കാർക്ക് പ്രിയങ്ങളാണ്. എന്നാൽ അതിനേക്കാൾ പ്രിയമുള്ളവരാണ് തതഃ പ്രിയഃ യത് സമ്പർക്കാത് അപരഃ കഹനു. അതിനേക്കാൾ പ്രിയനായിട്ടുള്ളവനാണ് ആത്മാ. ആ ആത്മാവിനേക്കാൾ പ്രിയനായിട്ട് വേറെ ആരാണുള്ളത്? അന്യനായിട്ട് ആരാണുള്ളത്? അപ്പൊ എല്ലാറ്റിനേക്കാളും നമുക്കെല്ലാവർക്കും ശ്രേഷ്ഠമായിരിക്കുന്നത് ആത്മാ തന്നെയാണ്. മറ്റു വസ്തുക്കളോടൊക്കെ പ്രിയമുണ്ട്, എല്ലാം നമുക്ക് അനുകൂലമായിരിക്കുമ്പോൾ നമുക്ക് പ്രിയമുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ പ്രിയം ആരോടാണ്? നമുക്ക് നമ്മളുടെ നേരെ നമുക്ക് അപ്രിയമായി കഴിഞ്ഞാൽ ഇതിനെയൊക്കെ ഉപേക്ഷിക്കും നമ്മൾ, അല്ലേ? വേണ്ടി വന്ന പ്രാണനെയും നമ്മൾ ഉപേക്ഷിക്കും. എനിക്ക് വിഷമമുണ്ടാക്കുന്നു എൻ്റെ ജീവിതം, എൻ്റെ ഈ ജീവിതത്തിലേക്ക് എന്നെ ബന്ധിപ്പിച്ച് നിർത്തുന്നത് ഈ പ്രാണനാണ്. ഈ പ്രാണനെ അങ്ങോട്ട് ഛേദിച്ചു കളഞ്ഞാൽ, അതിനെ ഉപേക്ഷിച്ച് കളഞ്ഞാൽ എനിക്ക് ഈ കഷ്ടപ്പാടുകളൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ പ്രാണത്യാഗം ചെയ്യാൻ പോവുകയാണ്, അല്ലേ? ആത്മഹത്യ എന്ന് പറയുന്നത് അതാണ്. പ്രാണത്യാഗം വരെ ആളുകൾ ചെയ്യും. എന്തിന്? തനിക്ക് ഈ പ്രാണൻ ഭാരമായി തീരുമ്പോൾ, ഈ പ്രാണൻ നിമിത്തമായിട്ട് തനിക്ക് ദുഃഖമുണ്ടാകുമ്പോൾ, ഈ ശരീരവുമായി തനിക്ക് നിലനിൽക്കാനുള്ള ആ ബന്ധം പ്രാണൻ വഴിക്കാണ്. അപ്പൊ പ്രാണനാണ് നമ്മളെ ഈ ശരീരത്തിൽ പിടിച്ച് കെട്ടിയിട്ടിരിക്കുന്നത്, നിർത്തിയിരിക്കുന്നത്. ആ പ്രാണനെ മുറിച്ചു കളഞ്ഞാലേ, ഛേദിച്ചു കളഞ്ഞാലേ, ഉപേക്ഷിച്ചാലേ നമുക്ക് ഈ ശരീരവുമായിട്ടുള്ള ബന്ധം വിടാൻ പറ്റുള്ളൂ, രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ ഈ ശരീരമോ അല്ലെങ്കിൽ പ്രാണനോ ബുദ്ധിയോ മനസ്സോ ഭാര്യയോ മക്കളോ ധനാദികളോ ഒക്കെ പലപ്പോഴും നമുക്ക് ഭാരമായി, ദുഃഖ കാരണമായി മാറും. അപ്പൊ നമ്മൾ അതിനെയൊക്കെ ഉപേക്ഷിക്കാൻ തയ്യാറാവും. അപ്പൊ ഉപേക്ഷിക്കത്തക്കതാണ് ഈ പറഞ്ഞതെല്ലാം. പക്ഷേ ഉപേക്ഷിക്കാൻ പറ്റാത്തതായിട്ട് ഒന്നേ ഉള്ളൂ, ആത്മാവ്. ആ ആത്മാവാണ് നമുക്ക് ഏറ്റവും പ്രിയമായിട്ടുള്ളത്. അതിനേക്കാൾ പ്രിയനായിട്ട് അപരഹ കോനു, കോനു അപരഹ പ്രിയ. വേറെ ആരാണ് അപരനായിട്ടിരിക്കുന്നത്? അതുകൊണ്ട് ഈ ആത്മതത്വം ആണ് എല്ലാവർക്കും പ്രിയമായിരിക്കുന്നത്. ആ ആത്മാവിനെയാണ് അറിയേണ്ടത്. അതാണ് പരമപുരുഷാർത്ഥം. ആ ആത്മാവുമായി ആണ് നമുക്ക് ബന്ധം. ആ ആത്മസ്വരൂപവുമായിട്ട് ബന്ധം ഉറപ്പിക്കുക. അതാണ് ഞാനെന്നുള്ള ബോധം ഉറയ്ക്കുക. അപ്പൊ ഇത് ഈ ഗൂഢമായിട്ട് ഭഗവാൻ ഈ വിപ്രപത്നിമാർക്ക് തത്വോപദേശം ചെയ്യുകയാണ്. ഗൂഢമായ തത്വത്തെ ഭഗവാൻ ഉപദേശിക്കുകയാണ് എന്നർത്ഥം. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ഭക്തി പൂർവം അന്ധക്കരണ ശുദ്ധി ഇതുവരെയ്ക്കും ഉണ്ടാക്കിയിട്ടുണ്ട്, മഹാഭാഗകളാണ്. ഇനിയും അത് തന്നെ തുടരുക. ഇനിയും കുറെ കൂടി നിങ്ങൾക്ക് അന്ധക്കരണ ശുദ്ധി വന്നു കഴിഞ്ഞാൽ എന്നെ
നിങ്ങളുടെ ആത്മാവായിട്ട് സാക്ഷാത്കരിക്കാം. ഇപ്പൊ നിങ്ങൾ എന്നെ പുറത്താണ് കാണുന്നത് അല്ലേ? അതാണ് ഇപ്പൊ ഭഗവാൻ പറയാനിരിക്കുന്നത്. എന്നെ പുറത്ത് കണ്ടാ പോരാ, അകത്ത് കാണണം. തദ്യാതദേവയജനം പതയോവോ ദ്വിജാതയഃ സ്വസത്രം പാരയിഷ്യന്തി യുഷ്മാഭിർഗൃഹമേദിനഃ. തദ്യാത ദേവയജനം പതയോവോ ദ്വിജാതയഃ സ്വസത്രം പാരയിഷ്യന്തി യുഷ്മാഭിർഗൃഹമേദിനഃ. തത് ദേവയജനം യാത. അതുകൊണ്ട് നിങ്ങൾ വന്ന കാര്യം എന്നെ കാണാൻ വന്നു, കണ്ടു കഴിഞ്ഞു. ഓരോരുത്തർക്കും അവരവരുടെ ആത്മാ തന്നെയാണ് ഏറ്റവും പ്രിയപ്പെട്ടത്. ഇത് മനസ്സിലാക്കുക. ഇനി നിങ്ങൾ ആ യജ്ഞഭാഗത്തിലേക്ക്, യജ്ഞഭൂമിയിലേക്ക് പോവുക. ദേവയജനം യാത, യജ്ഞശാലയിലേക്ക് മടങ്ങിച്ചെല്ലു. വഹ പതയഃ ദ്വിജാതയഃ ഗൃഹമേദിനഃ യുഷ്മാഭിഹി സ്വസത്രം പാരയിഷ്യന്തി. വഹ പതയഃ, നിങ്ങളുടെ ഭർത്താക്കന്മാർ, ദ്വിജാതയഃ, അവർ ബ്രാഹ്മണരാണ്, ഗൃഹമേദിനഃ, ഗൃഹസ്ഥന്മാരാണ്. അപ്പൊ ഗൃഹസ്ഥന്മാരായിട്ടുള്ള അവരുടെ കർമ്മങ്ങൾക്ക് എന്ത് വേണം? ഭാര്യമാര് കൂടെ വേണം. അതാണ് യുഷ്മാഭിഹി, നിങ്ങളോടുകൂടെ സ്വസത്രം പാരയിഷ്യന്തി, അവർ ചെയ്യുന്നതായിട്ടുള്ള ആ സത്രത്തെ, ആ കർമ്മങ്ങളെ പാരയിഷ്യന്തി, തരണം ചെയ്യും, അഥവാ അതിന്റെ മറുകര കാണും, അത് പൂർത്തീകരിക്കും എന്നർത്ഥം. പരിസമാപ്തി വരുത്തും. അപ്പോ അവർക്ക്, ഗൃഹസ്ഥാശ്രമികളായിട്ട് നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക്, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന യജ്ഞപൂർത്തിക്കായിക്കൊണ്ട് ഭാര്യമാരായ നിങ്ങളുടെ സാമീപ്യം ആവശ്യമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാം തിരിച്ചു പോവുക. ധർമ്മപത്നികളായ നിങ്ങൾ ധർമ്മം അനുഷ്ഠിക്കുക. ഭർത്താക്കന്മാർക്കും അവരുദ്ദേശിച്ചതായിട്ടുള്ള ഗതി കിട്ടാൻ, ആഗ്രഹിച്ച കാര്യം സാധിച്ചു കൊടുക്കാൻ, അവരുദ്ദേശിച്ച കർമ്മത്തെ പൂർത്തീകരിക്കാൻ, അവരുടെ ധർമ്മകർമ്മം പരിസമാപിപ്പിക്കാനായിക്കൊണ്ട് നിങ്ങൾ കൂടെ ചെന്ന് അവരെ സഹായിക്കുവിൻ. അപ്പൊ നിങ്ങൾക്കും ആ ഭർത്താക്കന്മാരിൽ നിന്ന് അനുഗ്രഹം ലഭിക്കും. പതിവ്രതമാർക്ക് ഭർത്താക്കന്മാരുടെ അനുഗ്രഹം സമ്പാദിക്കേണ്ടതാണ് ധർമ്മം എന്നൊക്കെയുള്ള കാര്യം പറഞ്ഞ്, ധർമ്മം പറഞ്ഞ് തിരിച്ചയക്കാൻ നിൽക്കുകയാണ്. പക്ഷെ അതിന് ഗോപികമാര്, അല്ല, ഈ വിപ്രപത്നിമാര് പോകാൻ തയ്യാറില്ല. അവർ ചില ന്യായങ്ങൾ പറഞ്ഞ് അവിടെ തന്നെ നിൽക്കാൻ ശ്രമിക്കുകയാണ്. അതിന് ഭഗവാൻ ഒന്നുകൂടെ അവരെ പോകാൻ പറയുന്ന കാര്യങ്ങളുണ്ട്. അത് നമുക്ക് നാളെ രാവിലെ കാണാം. അപ്പൊ വളരെ ഗഹനങ്ങളായ വിഷയങ്ങൾ, തത്വങ്ങൾ എല്ലാം അടങ്ങിയിരിക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ ഉപദേശം നമുക്ക് നാളെ കാണാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാളെ രാവിലെ തുടരാം. ഓം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. കാർത്തിക പൗർണമി ആശംസകൾ ഒരിക്കൽ കൂടെ. നാളെ രാവിലെ 11 മണിക്ക് നോക്കാം. ഹരി ഓം.